ഐതിഹാസികമായ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ടുകൾ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ കെ സുരേന്ദ്രന് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ താമരയിൽ രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് നിങ്ങളോട് നേരിട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ചാനൽ ചർച്ചകളിലെ ഗർജിക്കുന്ന സിംഹം കേരള BJPയുടെ സംസ്ഥാന വക്താവുമായ ശ്രീ സന്ദീപ് ജി വാര്യർ ഏതാനും നിമിഷങ്ങൾക്കകം കാരപ്പുറത്ത് പ്രസംഗിക്കുന്നു. ഈ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലേക്കും എല്ലാ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെയും ഞങ്ങൾ സഹൃദയമായി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. പ്രിയമുള്ള നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ, ഈ വരുന്ന 26-ാം തീയതി നടക്കുന്ന ഐതിഹാസികമായ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ടുകൾ നമ്മുടെ പ്രിയ സ്ഥാനാർത്ഥി ശ്രീമാൻ കെ സുരേന്ദ്രന് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ താമരയിൽ രേഖപ്പെടുത്തണമേ എന്ന് നേരിട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ചാനൽ ചർച്ചയിലെ ഗർജിക്കുന്ന സിംഹം BJPയുടെ സംസ്ഥാന വക്താവുമായ ശ്രീ സന്ദീപ് ജി വാര്യർ ഏതാനും നിമിഷങ്ങൾക്കകം കാരപ്പുറത്ത് പ്രസംഗിക്കുന്നു. ഏവരെയും ഞങ്ങൾ ഈ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലേക്ക് ഹാർദവമായി ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. പ്രിയരെ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും സമുന്നതരായ നേതാക്കളെ, ഊർജ്ജസ്വലരായ പ്രവർത്തകരെ, നല്ലവരായ കാരപ്പുറത്തെ ജനാധിപത്യ വിശ്വാസികളെ, വോട്ടർമാരെ, ഏവർക്കും സാദര നമസ്കാരം. നാം ഈ വരുന്ന 26-ാം തീയതി ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ ഒരു പൊതു തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ഈ തിരഞ്ഞെടുപ്പ് നേരിടുന്ന സമയത്ത് നമ്മോട് വോട്ടഭ്യർത്ഥിച്ച് ഇവിടെ രണ്ട് മുന്നണിയല്ല, കേരളത്തിൽ വരുമ്പോൾ അത് 3 മുന്നണികൾ. ഇത് പാർലമെൻറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് 2 മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമാണ്. ഒന്ന്, ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യം NDA മുന്നണിയും, മറ്റൊന്ന് ഈ രാജ്യത്തെ 10-60 വർഷക്കാലം ഭരിച്ചു മുടിച്ച് ഈ രാജ്യത്തിൻ്റെ ആണിക്കല്ലിറക്കിയ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഈ നാട്ടിലെ സകലമാന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും രാജ്യവിരുദ്ധ ശക്തികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് INDA മുന്നണി, ഇന്ത്യ മുന്നണി എന്നുള്ള പേരുമിട്ടൊരു മുന്നണി ഉണ്ടായിരുന്നു. ആ മുന്നണിയോടാണ് നമ്മൾ മത്സരിക്കുന്നത്. ആ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന 2 ആളുകളാണ് നമുക്കെതിരെ ഇവിടെ മത്സരിക്കുന്നത്, ഈ വയനാട്ടിലും കേരളത്തിലും മത്സരിക്കുന്നത്. ഒന്ന്, രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷം LDF എന്ന് പറഞ്ഞുകൊണ്ട് ആനി രാജയെ മത്സരിപ്പിക്കുന്നു. ആനി രാജ മത്സരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ. ആർക്കെതിരെയാണ് മത്സരിക്കുന്നത്? രാഹുൽ ഗാന്ധിക്കെതിരെ. ഈ ഒരൊറ്റ കാര്യം പോലെ ഈ നാട്ടിലെ ജനങ്ങൾക്ക്, അല്പം ബോധമുള്ള വിവരമുള്ള ജനങ്ങൾക്ക് ഇവരുടെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കാൻ. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ രാഹുൽ ഗാന്ധിക്കെതിരെ ഇവിടെ ആനി രാജ മത്സരിക്കുന്നു. ഒന്ന്. മറ്റൊന്ന്, ഈ രാജ്യം കഴിഞ്ഞ 60 വർഷക്കാലം ഭരിച്ച് മുടിച്ച് ഈ രാജ്യത്തിന് സാമ്പത്തികമായി തകർച്ചയിലും അഴിമതിയും കെടുകാര്യസ്ഥതയും കൊണ്ട് ഈ രാജ്യത്തെ കട്ടുമുടിച്ച കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധി.
ഈ രണ്ട് മുന്നണികളുടെയും കപടത തിരിച്ചറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം ഇന്ത്യ മഹാരാജ്യം ഭരിച്ച ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെൻറ്റിൻ്റെ വികസന നേട്ടങ്ങൾക്കും അദ്ദേഹം തുടങ്ങിവെച്ച വികസന പദ്ധതികൾക്കും തുടർച്ച ഉണ്ടാകുന്നതിന് വേണ്ടി ഇവിടെ മത്സരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രനാണ്. അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ താമരയിൽ വോട്ടുകൾ രേഖപ്പെടുത്തി ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം എന്ന് ഈ നാട്ടിലെ ഉദ്ബുദ്ധരായ വോട്ടർമാരോട് വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് അധികാരത്തിൽ വരുന്ന സമയത്ത് ആദ്യമേ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മോദിയുടെ ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. ഈ രാജ്യം തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന ഒരു സമയത്താണ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത്. ഈ രാജ്യത്ത് ഒരു മുന്നണി ഭരണമല്ലാതെ ഒരു ഏകകക്ഷി ഭരണം അടുത്ത കാലത്തൊന്നും ഉണ്ടാകില്ല എന്ന് ഈ നാട്ടിലെ ജനങ്ങളും മുഴുവൻ വിധി എഴുതിയ സമയത്ത് 12 വർഷക്കാലം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ നരേന്ദ്രമോദി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുകയും അദ്ദേഹത്തെ ഈ നാട്ടിലെ ഉത്ബുദ്ധരായ ജനങ്ങൾ ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുകയും ഒരു ഏകകക്ഷി ഭരണം തന്നെ ഈ നാട്ടിൽ ഉണ്ടാകുകയും ചെയ്തു. അദ്ദേഹം അന്ന് ജനങ്ങളോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, എല്ലാവരും ജൻധൻ അക്കൗണ്ടുകൾ എടുക്കൂ. ബാങ്കുകളിൽ എല്ലാവരും ഈ നാട്ടിൽ ജനങ്ങൾക്ക് അക്കൗണ്ടുകളില്ലാത്ത എല്ലാ അമ്മമാരോടും നിങ്ങൾ ബംഗാളികൾ നമ്മെ കളിയാക്കി. ഇവിടെ പട്ടിണി കിടക്കുന്ന ആളുകൾ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ അക്കൗണ്ട് എടുക്കാൻ പോകുന്നത്. അങ്ങനെ അക്കൗണ്ട് എടുത്ത് 60 കോടിയോളം അക്കൗണ്ടുകൾ ഈ രാജ്യത്തുണ്ടാകുകയും ആ അക്കൗണ്ടുകളിൽ പിന്നീട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നേരിട്ട് നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് എത്തിക്കുന്ന ഒരു സാഹചര്യം ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. എന്തെല്ലാം പദ്ധതികളാണ് നരേന്ദ്രമോദി ആവിഷ്കരിച്ചത്? കിസാൻ സമ്മാൻ നിധി ഈ നാട്ടിലെ എല്ലാവർക്കും വർഷത്തിൽ 6000 രൂപ വീതം സ്വന്തം അക്കൗണ്ടിലേക്ക് ഇടനിലക്കാരില്ലാതെ നേരിട്ടെത്തുന്നു. ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ പിതാവ് ഇന്ത്യ ഭരിച്ച കാലത്ത് അദ്ദേഹം രാജീവ് ഗാന്ധി പറഞ്ഞു, 100 രൂപ കേന്ദ്ര സർക്കാർ ഇവിടുത്തെ ഒരാൾക്ക് ആനുകൂല്യമായി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിവിടെ ഒരാളുടെ കയ്യിലെത്തുമ്പോൾ അത് വെറും 15 രൂപയായി ചുരുങ്ങുന്നു. ബാക്കി മുഴുവൻ ഇതിൻ്റെ ഇടനിലക്കാരും. പണ്ട് കർഷക സമരം നടന്നപ്പോൾ മണ്ടികളുടെ കാര്യം പറഞ്ഞ പോലെ ആ മാതിരി മണ്ടികളും ഇവരൊക്കെ തട്ടിയെടുക്കുന്ന ഒരു സ്ഥിതിയിൽ നിന്നും ഈ രാജ്യത്തെ മോചിപ്പിച്ച് നിങ്ങളുടെ അക്കൗണ്ട്, ഈ നാട്ടിലെ ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ആനുകൂല്യങ്ങൾ എത്തിത്തുടങ്ങുന്ന അവസ്ഥയുണ്ടായി. ഈ നാട്ടിലെ പാവങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ഇതെത്തുന്നു. കൂടാതെ തന്നെ ഇവിടെ നമുക്ക് കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഈ അക്കൗണ്ടുകളിലേക്ക് മാസം 500 രൂപ വെച്ച് 3 മാസം 1500 രൂപ ഈ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് കോവിഡ് മഹാമാരി കാലത്ത് സൗജന്യമായി റേഷൻ നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴും ആ റേഷൻ അവസാനിപ്പിച്ചതിന് ശേഷം വീണ്ടും ഇവിടെ പണത്തിന് വാങ്ങിയിരുന്ന റേഷൻ സൗജന്യമാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്ന് നേരം വെളുത്താൽ പറഞ്ഞാൽ തീരാത്ത അത്രയും വികസന പദ്ധതികൾ ഈ നാട്ടിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ അവസരത്തിൽ വോട്ട് ചോദിക്കുന്നത് ഈ നാട്ടിൽ നരേന്ദ്രമോദിയുടെ വികസനത്തിന് വോട്ട് എന്നാണ് പറഞ്ഞത്. മറ്റുള്ളവരെന്തിനാണ് വോട്ട് ചോദിക്കുന്നത്? ഞാൻ ഈയിടെ ആനി രാജയുടെ പ്രസംഗം കേട്ടു. ഞാൻ കൽക്കുളത്തുകാരനാണ്. അവിടെ വന്ന് പ്രസംഗിച്ച ഒരു വാക്ക് ഈ സർക്കാരിന് വെറും വർഗീയതയല്ലാതെ വേറൊരു കാര്യം പറഞ്ഞിട്ടില്ല. സ്ഥാനാർത്ഥി പറഞ്ഞത് മുഴുവൻ വർഗീയത. ഈ നാട്ടിലെ ബ്രാഹ്മണന്മാരാണ് ഭരിക്കുന്നത്. ഇവിടെ ഹിന്ദുക്കൾക്ക് പോലും ഇല്ല. ഹിന്ദുവിൻ്റെ ഭരണമാണ്, ഹൈന്ദവ ഭരണമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ ആരും ധരിക്കേണ്ട. ഇവിടെ ബ്രാഹ്മണന്മാർക്ക് വേണ്ടി മാത്രമാണ് ഭരിക്കുന്നത് എന്നുള്ള അവസ്ഥയാണ് അത് സ്ഥാനാർത്ഥി പറഞ്ഞത്. ഈ നാട്ടിലെ ജനങ്ങൾക്ക്, സാമാന്യ ബുദ്ധി ഉള്ള ജനങ്ങൾക്ക് മനസ്സിലാവില്ല. ഈ നാടിൻ്റെ ഇന്ത്യയുടെ പ്രസിഡന്റ് ഒരു ആദിവാസി വിഭാഗത്തിലെ വനിതയാണ്.
बोलो भारत माता की, बोलो भारत माता की। जय जय संदीप जी, जय संदीप जी, जय जय संदीप जी, जय संदीप जी। स्वागतम सुस्वागतम, स्वागतम सुस्वागतम, स्वागतम सुस्वागतम, स्वागतम सुस्वागतम, संदीप जी की स्वागतम। जी की स्वागतम। ഇപ്പോൾ നമ്മുടെ നേതാവ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് നേരിട്ട് കടക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുത്തേടം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുരേഷ് കുമാർ എം ആണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകൻ നമുക്കേവർക്കും അറിയാം, ചാനൽ ചർച്ചകളിൽ എതിരാളികളെ മലർത്തിയടിച്ചുകൊണ്ട് വ്യക്തവും ശക്തവുമായി നമ്മുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സംസ്ഥാന വക്താവ് ശ്രീ സന്ദീപ് ജി വാര്യരാണ്. അദ്ദേഹമാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെ ഭാരതീയ ജനതാ പാർട്ടി മൂത്തേടം പഞ്ചായത്ത് കമ്മിറ്റിയുടെയും എൻ്റെ സ്വന്തം പേരിലും ഹാർദവമായി ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ വേദിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പാലക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാർ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ സുധീഷ് ഉപ്പട, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ ദീപു രാജഗോപാൽ, അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറിയും മൂത്തേടം പഞ്ചായത്തിൻ്റെ പ്രഭാരിയുമായ ശ്രീ NC ബിജു അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ കർഷക മോർച്ചയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ ഭാസ്കരൻ കക്കുഴി, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്ന പാർട്ടിയുടെയും NDAയുടെയും ഊർജ്ജസ്വലരായ പ്രവർത്തകർ, കാരപ്പുറത്തെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ, എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നതിന് പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുരേഷ് കുമാറിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വന്ദേ ഭാരത്. സ്വാഗതം പറഞ്ഞ ഭാരതീയ ജനതാ പാർട്ടിയുടെ മൂത്തേടം പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ശ്രീ അനിൽകുമാർ, BJP എടക്കര മണ്ഡലം പ്രസിഡന്റ് ശ്രീ സുധി ഉപ്പട, ആദരണീയനായ സംസ്ഥാന വക്താവ് ശ്രീ സന്ദീപ് ജി വാര്യർ, മേഖലാ വൈസ് പ്രസിഡന്റ് ശ്രീ അശോക് കുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ ദീപു രാജഗോപാൽ, സെക്രട്ടറി ശ്രീ NC ബിജു, കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ ഭാസ്കരൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെ കർമ്മധീരരായ പ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളായ കാരപ്പുറത്തെ നാട്ടുകാരെ, നമ്മളിവിടെ ഇലക്ഷനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ ജനറൽ സെക്രട്ടറി വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ആ വക കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. പരിപാടികൾ നമുക്ക് കുറേ പ്രാസംഗികരുണ്ട്. അതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ തന്നെ നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന വക്താവ് ശ്രീ സന്ദീപ് ജി വാര്യരെ ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗത്തിൻ്റെ ബഹുമാന്യനായിട്ടുള്ള അധ്യക്ഷൻ പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ സുരേഷ് കുമാർ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന
പാർട്ടിയുടെ മേഖലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ടി അശോക് കുമാർ, പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് പ്രിയപ്പെട്ട സുധി ഉപ്പട, മണ്ഡലം സെക്രട്ടറി ശ്രീ NC ബിജു, ശ്രീ ദീപു രാജഗോപാൽ, ശ്രീ ഭാസ്കരൻ കപ്പുഴി, ശ്രീ ശിവരാജ്, ശ്രീ അനിൽകുമാർ, പാർട്ടിയുടെ പഞ്ചായത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, അമ്മമാർ, നല്ലവരായ നാട്ടുകാർ, ഏവർക്കും സാദര നമസ്കാരം. ഈ 26-ാം തീയതി നമ്മുടെ പ്രദേശം ഉൾപ്പെടെയുള്ള നിരവധി ലോക്സഭാ മണ്ഡലങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. വയനാട് ലോക്സഭാ മണ്ഡലം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് കഴിഞ്ഞ 5 വർഷം മുൻപ് നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച കയ്യബദ്ധം, ആ കയ്യബദ്ധം തിരുത്തുന്നതിന് വേണ്ടിയുള്ള ജനവിധി, ആ ജനവിധി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് നിങ്ങളെല്ലാവരും 26-ാം തീയതി തെരഞ്ഞെടുപ്പിന് പോളിംഗ് ബൂത്തിൽ പോകുന്നത്. 5 വർഷക്കാലം മുമ്പ് വയനാട്ടിന് സംഭവിച്ച ഒരു കയ്യബദ്ധം, അത് പാർട്ടി നോക്കാതെ മറ്റൊരു കാര്യവും പരിഗണിക്കാതെ കൈപ്പത്തിക്ക് വോട്ട് കുത്തി എന്നുള്ളതായിരുന്നു ആ കയ്യബദ്ധം. 5 വർഷക്കാലം മുമ്പ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി കടന്നു വരുന്ന സമയത്ത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും പ്രതീക്ഷിച്ചത്, നിങ്ങളെല്ലാവരും കരുതിയത്, രാഹുൽ ഗാന്ധിയുടെ നിലവാരത്തിലുള്ള ഒരു ദേശീയ നേതാവ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ MP ആയി കഴിഞ്ഞാൽ, വയനാട് ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാൽ, ഒന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളടക്കം പ്രചാരണം നടത്തി. മറ്റൊന്ന്, രാഹുൽ ഗാന്ധിയുടെ നിലവാരത്തിലുള്ള ഒരു ദേശീയ നേതാവ് നമ്മുടെ ലോക്സഭാംഗമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വയനാട് തലമുറകളായി അനുഭവിച്ചു വരുന്ന സങ്കീർണമായ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ ഒരു പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷ നിങ്ങൾക്കുണ്ടായിരുന്നു. തീർച്ചയായും രാഹുൽ ഗാന്ധിയെ പോലെ ഒരു ദേശീയ നേതാവ് മനസ്സ് വച്ചിരുന്നെങ്കിൽ, അദ്ദേഹം ആത്മാർത്ഥമായി പരിശ്രമിച്ചിരുന്നെങ്കിൽ, ഈ വയനാട് ലോക്സഭാ മണ്ഡലം ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്ത് നിങ്ങൾ തലമുറകളായി അനുഭവിച്ചു വരുന്ന നിരവധി സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി നൽകാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. പക്ഷെ പ്രിയപ്പെട്ടവരെ, 5 വർഷക്കാലം കൊണ്ട് 5 വർഷക്കാലത്തെ മിസ്റ്റർ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനം വിലയിരുത്തുന്ന സമയത്ത് ഇത്തവണ വയനാട്ടുകാർക്ക് മനസ്സിലാവുകയാണ്, 5 വർഷം തങ്ങൾ വഞ്ചിക്കപ്പെടുകയായിരുന്നു, പറ്റിക്കപ്പെടുകയായിരുന്നു. ഒരു MP എന്നുള്ള നിലയ്ക്ക് ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനം സംബന്ധിച്ച് ഇന്ന് ഓരോ വയനാട്ടുകാരനുമുള്ളത് പരാതികൾ മാത്രമാണ്. ഇവിടുത്തെ കോൺഗ്രസ്സുകാർ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്? രാഹുൽ ഗാന്ധി 5 വർഷം മുൻപ് വയനാട്ടിലേക്ക് വോട്ട് തേടി വരുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഇവിടുത്തെ പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലത്തിനുള്ളിൽ നിങ്ങളുടെ MP ആയ മിസ്റ്റർ രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വികസന പദ്ധതിയെക്കുറിച്ച് നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടു കൂടി ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ സാധിക്കും? വയനാട് ലോക്സഭാ മണ്ഡലത്തിന് മാത്രമായി രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു കേന്ദ്ര പദ്ധതിയെക്കുറിച്ച് ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കാൻ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ്സുകാരെ, ഇന്ത്യ മുന്നണിക്കാരെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്കറിയാം, സാധാരണഗതിയിൽ ഒരു സ്കൂൾ നടക്കുന്ന സമയത്ത് സ്കൂളിലെ അധ്യയന വർഷത്തിൽ പകുതി ദിവസങ്ങളിൽ മാത്രം സ്കൂളിൽ പോയ കുട്ടികളെ ഏത് രീതിയിലാണ് അധ്യാപകർ വിലയിരുത്തുക? നമ്മുടെ മുന്നിൽ ഒട്ടേറെ രക്ഷിതാക്കളുടെ വർഷത്തിൽ പകുതി ദിവസം മാത്രം സ്കൂളിൽ പോയ കുട്ടികളെ, വിദ്യാർത്ഥികളെ അധ്യാപകരും സമൂഹവും വിലയിരുത്തുന്നത് അവർ മോശം കുട്ടികളായിട്ടാണ്, പഠിക്കാൻ മടിയുള്ള കുട്ടികളായിട്ടാണ്, അല്ലേ? വയനാട്ടിലെ MP ആകുന്നതിന് മുമ്പ് 16-ാം ലോക്സഭയിൽ അമേഠിയിലെ MP ആയിരുന്നു മിസ്റ്റർ രാഹുൽ ഗാന്ധി. 16-ാം ലോക്സഭയിൽ അമേഠിയിലെ MP ആയിരുന്ന മിസ്റ്റർ രാഹുൽ ഗാന്ധി 52% പാർലമെന്റിലെ അദ്ദേഹത്തിന്റെ ഹാജർ നില.
52%. പതിറ്റാണ്ടുകളായി തലമുറകളായി അമേഠി എന്ന ലോക്സഭാ മണ്ഡലത്തെ കൈപ്പിടിയിൽ ഒതുക്കി വെച്ച രാഹുൽ ഗാന്ധി, അദ്ദേഹത്തിന്റെ കുടുംബം, അവർ കരുതിയത് തങ്ങൾ ആ മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ 5 വർഷം കൂടുമ്പോഴും അമേഠിക്കാർ പോളിംഗ് ബൂത്തിലെത്തി തങ്ങളെ വിജയിപ്പിച്ചു കൊള്ളും എന്ന ധിക്കാരമായിരുന്നു രാഹുൽ ഗാന്ധിക്കും നെഹ്റു കുടുംബത്തിനും ഉണ്ടായിരുന്നത്. പക്ഷെ അമേഠിക്കാർക്ക് മടുത്തു. ദശാബ്ദങ്ങളായി അമേഠിയെ പ്രതിനിധീകരിച്ചിരുന്ന നെഹ്റു കുടുംബത്തിന് അമേഠിയിൽ ഒരു സിവിൽ സ്റ്റേഷൻ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല, അമേഠിയിൽ നല്ലൊരു ആശുപത്രി, മെഡിക്കൽ കോളേജ് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. എന്തിനേറെ അമേഠിയിൽ ഒരു സിനിമാ തിയേറ്റർ പോലും ഉണ്ടായിരുന്നില്ല. അമേഠിയിലെ ജനങ്ങൾക്ക് സിനിമ കാണാൻ അവിടെ ഒരു സിനിമാ തിയേറ്റർ പോലും രാഹുൽ ഗാന്ധിയുടെ കുടുംബം പ്രതിനിധീകരിച്ച് അത്രയും കാലം ഉണ്ടായിരുന്നില്ല. ഒരു അടിസ്ഥാന സൗകര്യം ഉണ്ടായിരുന്നില്ല. അവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാൻ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ മനം മടുത്ത അമേഠിക്കാർ 16ാം ലോക്സഭയിൽ രാഹുൽ ഗാന്ധി കേവലം 52% മാത്രം ഹാജർ നിലയോടെ അമേഠിയെ വഞ്ചിച്ചപ്പോൾ 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തി. അവിടെ 55,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഝാൻസി റാണി എന്ന് വിളിക്കപ്പെടുന്ന ശ്രീമതി സ്മൃതി ഇറാനിയെ വലിയ ഭൂരിപക്ഷത്തോടെ അമേഠിയിലെ ജനങ്ങൾ വിജയിപ്പിച്ചു. പക്ഷേ രാഹുൽ ഗാന്ധി വളഞ്ഞ വഴിയിലൂടെ വയനാട്ടിൽ വന്ന് ജനങ്ങളെ പറ്റിച്ച് ഇവിടുന്ന് ജയിച്ചു. സാധാരണഗതിയിൽ ഒരു വർഷം പരീക്ഷ തോറ്റു കഴിഞ്ഞാൽ ആ കുട്ടി അടുത്ത വർഷമെങ്കിലും നന്നായി പഠിച്ച് നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ വേണ്ടി പരിശ്രമിക്കും. അങ്ങനെയാണല്ലോ സാധാരണ കുട്ടികൾ ചെയ്യാറുള്ളത്, വിദ്യാർത്ഥികൾ ചെയ്യാറുള്ളത്. പക്ഷെ ഇവിടെ രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു? പ്രിയപ്പെട്ടവരെ, 16ാം ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയുടെ ഹാജർ നില എന്ന് പറയുന്നത് അമേഠി MP എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഹാജർ നില 52% പ്രിയപ്പെട്ടവരെ 17ാം ലോക്സഭയിൽ വയനാടിന്റെ MP എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഹാജർ നില കേവലം 51% ചുരുങ്ങുകയാണ് ചെയ്തത്. അതായത് അമേഠിക്കാരെ എപ്രകാരമാണോ രാഹുൽ ഗാന്ധി വഞ്ചിച്ചത്, അതിനേക്കാൾ ക്രൂരമായി, അതിനേക്കാൾ മോശമായി വയനാട്ടുകാരെ രാഹുൽ ഗാന്ധി വഞ്ചിച്ചു. 5 വർഷം മുമ്പ് വയനാട്ടിലേക്ക് കൊട്ടും കുരവയുമായി ആളും ആരവവുമായി കടന്നു വന്ന രാഹുൽ ഗാന്ധി പിന്നീട് എത്ര തവണ വയനാട്ടിലേക്ക് കടന്നു വന്നു? MP ആയി വിജയിച്ചതിന് ശേഷം നിങ്ങളുടെ മണ്ണിലേക്ക് രാഹുൽ ഗാന്ധി എത്ര തവണ വന്നു? നിങ്ങളുടെ MP എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ, നിങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളിൽ, നിങ്ങളുടെ സുഖദുഃഖങ്ങളിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകേണ്ട വയനാടിന്റെ MP എത്ര തവണയാണ് വയനാട്ടിലേക്ക് കടന്നു വന്നത്? കേവലം 9 തവണയാണ് കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയ്ക്ക് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വന്നത്. കേവലം 9 തവണ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഏറ്റവും സങ്കീർണമായ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ, ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ നിങ്ങൾക്ക് താങ്ങായി, തണലായി, കരുതലായി ഒപ്പമുണ്ടാകേണ്ടയാളല്ലേ ജനപ്രതിനിധി എന്ന് പറയുന്നത്? ഒപ്പമുണ്ടാകേണ്ടയാളല്ലേ MP എന്ന് പറയുന്നത്? പക്ഷെ പ്രിയപ്പെട്ടവരെ, 5 വർഷക്കാലത്തിനിടയ്ക്ക് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് കടന്നു വന്നത് കേവലം 5 തവണയായിരുന്നു. ഞാനിവിടുത്തെ കോൺഗ്രസുകാരോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾക്കറിയുമോ നിങ്ങളുടെ MP രാഹുൽ ഗാന്ധി 5 വർഷക്കാലത്തിനിടയ്ക്ക് എത്ര തവണയാണ് വിദേശത്ത് പോയതെന്ന്? നിങ്ങൾക്കറിയുമോ? 2015 മുതൽ 19 വരെയുള്ള മാത്രം കണക്കിൽ രാഹുൽ ഗാന്ധി 265 തവണയാണ് വിദേശ രാജ്യങ്ങളിൽ പോയത്. 265 തവണ. ഇത് ലോക്സഭയിൽ ഓൺ റെക്കോർഡായി പുറത്തു വന്നിട്ടുള്ള വിവരമാണ്. 9 തവണ മാത്രം 5 വർഷത്തിനുള്ളിൽ സ്വന്തം ലോക്സഭാ മണ്ഡലത്തിലെത്തിയ MP 100 കണക്കിന് വിദേശ യാത്രകളാണ് നടത്തിയത്. അതിലേറെ തവണയും രാഹുൽ ഗാന്ധി പോയത് തായ്ലാന്റിലേക്കാണ്. ഈ തായ്ലാന്റിൽ എന്താണ് ഇത്ര പ്രധാനപ്പെട്ട സംഭവം ഇരിക്കുന്നതെന്ന് എനിക്കത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അവിടെ ഏതോ പട്ടായ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടെന്ന് പറയുന്നു, എനിക്കറിയില്ല. പക്ഷെ കോൺഗ്രസ്സുകാർ പറയണം, എന്തിനാണ് രാഹുൽ ഗാന്ധി പട്ടായയിൽ പോകുന്നത്? വയനാടിനേക്കാൾ അദ്ദേഹത്തിന് താല്പര്യം പട്ടായയാണെങ്കിൽ, തായ്ലൻഡ് ആണെങ്കിൽ അദ്ദേഹത്തിന് തായ്ലൻഡ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ പോരെ, പട്ടായയിലെ MP ആയ പോരെ. എന്തിനാണ് വയനാട്ടിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, 5 വർഷത്തിനുള്ളിൽ കേവലം 9 തവണ വയനാട്ടിൽ വന്ന് ഫോട്ടോ എടുത്ത് തിരിച്ചുപോയ രാഹുൽ ഗാന്ധി വരുന്ന വഴിക്ക് നമ്മുടെ എടക്കര ടൗണിൽ ഇറങ്ങി ഏതെങ്കിലും ബേക്കറിയിൽ കയറി മുട്ടപ്പപ്സും ചായയും കഴിച്ചു പോകുന്ന രാഹുൽ ഗാന്ധി പിറ്റേ ദിവസം മനോരമക്കാർ വലിയ വാർത്ത കൊടുക്കും. എന്താ വാർത്ത കൊടുക്കുക? രാഹുൽ വന്നു,
പേരെടുത്ത നഴ്സിനെ വഴിയിൽ വെച്ച് കണ്ടു, അല്ലേ? എന്തൊക്കെ വാർത്തകളാണ് മനോരമ കൊടുക്കാറുള്ളത്? രാഹുൽ ഗാന്ധി വരുന്നതിനെ വലിയ ആഘോഷമാക്കി മാറ്റാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ ശ്രമിക്കും. പക്ഷേ കേവലം 9 തവണ മാത്രം വന്ന രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളുടെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഓരോരോ വിഷയങ്ങൾ ഉണ്ടായ സമയത്ത് അദ്ദേഹം എവിടെയായിരുന്നു? പ്രിയപ്പെട്ടവരെ, പ്രകൃതി ദുരന്തത്താൽ വയനാട് വിറങ്ങലിച്ച് നിന്നിരുന്ന കാലഘട്ടങ്ങളിൽ എവിടെയെങ്കിലും മിസ്റ്റർ രാഹുൽ ഗാന്ധിയുടെ സാമീപ്യം, സഹായം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഒരു MP എവിടെയാണ് ഉണ്ടാകേണ്ടത്? ജനങ്ങൾക്കിടയിലല്ലേ ഉണ്ടാകേണ്ടത്? അപ്പൊ കോൺഗ്രസ്സുകാർ പറയുന്നത് രാഹുൽ ഗാന്ധി ദേശീയ നേതാവാണ്, മൂപ്പർക്ക് അതിന് സമയമില്ല എന്ന് പറയും. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയ്ക്ക് ഈ അടുത്ത മാസങ്ങളിൽ നടത്തിയിട്ടുള്ള ഭാരത് ജോഡോ യാത്രയല്ലാതെ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രധാന ദേശീയ സമരമെങ്കിലും നിങ്ങൾക്കൊന്ന് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമോ? രാഹുൽ ഗാന്ധി മന്ത്രിയല്ല, എന്തിനേറെ കോൺഗ്രസിൽ പോലും ഒരു ഭാരവാഹിയല്ല. എന്നിട്ട് കോൺഗ്രസ്സുകാർ പറയുന്നത് അദ്ദേഹം ദേശീയ നേതാവാണ്, വലിയ തിരക്കാണ്. എന്ത് തിരക്കാണ് അദ്ദേഹത്തിനുള്ളത്? ആ തിരക്ക് കൊണ്ട് അദ്ദേഹം വയനാട്ടിലെ ജനങ്ങളുടെ കാര്യങ്ങൾ എന്തിനാണ് മാറ്റിവെക്കുന്നത്? വയനാട്ടിലെ ജനങ്ങൾ എന്ത് പഠിച്ചു? വയനാട്ടിലെ ജനങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. കോൺഗ്രസ്സുകാർ പറയുന്നത് കൽപ്പറ്റയിൽ MP-യുടെ ഓഫീസുണ്ട്, അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ MP എന്ന് പറയുന്നത് കോവിഡ് കാലത്ത് നമ്മുടെ കുട്ടികൾ ജോലി ചെയ്തതുപോലെ വർക്ക് ഫ്രം ഹോമായിട്ട് ജോലി ചെയ്യേണ്ട ഒരു പദവിയാണോ? കോൺഗ്രസിന്റെ ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾ, ആര്യാടൻ ഷൗക്കത്ത് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഒരാൾ ഇവിടെ ഈ കാരപ്പുറം ടൗണിൽ വന്ന് നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് സ്പീക്കർ ഫോൺ ഒന്ന് ഓൺ ചെയ്ത് രാഹുൽ ഗാന്ധിയെ ഒന്ന് ഫോണിൽ വിളിച്ചാൽ അന്ന് നിങ്ങൾ പറയുന്ന പണി ഞങ്ങളെടുക്കും. നിങ്ങൾ പറയുന്ന പണി ഞങ്ങളെടുക്കും. അല്ലെങ്കിൽ സിദ്ദിഖ് ഫോൺ ഒന്ന് ഓൺ ചെയ്ത്, സ്പീക്കർ ഫോൺ ഒന്ന് ഓൺ ചെയ്ത് കൽപ്പറ്റ ടൗണിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ ഒന്ന് ഫോൺ ചെയ്താൽ മലപ്പുറത്തെയോ കോഴിക്കോട്ടെയോ അല്ലെങ്കിൽ വയനാട്ടിലെയോ DCC പ്രസിഡന്റുമാരിൽ ആരെങ്കിലും ഒരാൾ ഫോണിൽ ഒന്ന് രാഹുൽ ഗാന്ധിയെ വിളിച്ച് സംസാരിക്കുന്നത് കേൾപ്പിച്ചു തന്നാൽ അന്ന് നിങ്ങൾ പറയുന്ന പണി ഞങ്ങളെടുക്കും. ഞാൻ ഈ പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ 3 DCC പ്രസിഡന്റുമാർക്ക്, കൽപ്പറ്റയിലെ MLA-ക്ക്, ആര്യാടൻ ഷൗക്കത്തിന് പോലും ഫോൺ വിളിച്ചാൽ കിട്ടാത്ത വയനാട്ടിലെ MP-യെ എങ്ങനെയാണ് കോൺഗ്രസ്സുകാരാ ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് കിട്ടുക? സാധാരണ പൗരന്മാർക്ക് കിട്ടുക? എങ്ങനെയാണ് അവർക്ക് ലഭ്യമാവുക? നിങ്ങൾക്ക് പോലും ഫോണിൽ കിട്ടാത്ത, നിങ്ങൾ വിളിച്ചാൽ പോലും മറുപടി പറയാത്ത, നിങ്ങൾക്ക് പോലും ഫോൺ നമ്പർ അറിയാത്ത ഒരു MP എന്തിനാണ് വയനാട്ടിലെ ജനതയ്ക്ക്? ഇത് കൃത്യമായിട്ടുള്ള ചോദ്യമല്ലേ? ഇത് കൃത്യമായിട്ടുള്ള ചോദ്യമല്ലേ? പ്രിയപ്പെട്ടവരെ, 5 വർഷക്കാലത്തിനിടയ്ക്ക് വയനാട് പ്രകൃതി ദുരന്തങ്ങളാൽ വിറങ്ങലിച്ചു നിന്നപ്പോ ഈ രാഹുൽ ഗാന്ധി എവിടെയും കണ്ടിട്ടില്ല. വന്യമൃഗശല്യങ്ങളാൽ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് വയനാട്ടിലും മലപ്പുറത്തും കോഴിക്കോടുമായി ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ മണ്ഡലങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അത് 70-ലധികമാണ്. വയനാട് ജില്ലയിൽ മാത്രം 57 പേർ കൊല്ലപ്പെട്ടു. വല്ലപ്പോഴും വന്ന് മരിച്ച ആളുകളുടെ വീട്ടിൽ പോയി ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റിക്ക് പോകുന്നതിനപ്പുറം രാഹുൽ ഗാന്ധിയെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതിനപ്പുറം രാഹുൽ ഗാന്ധിയുടെ ഏതെങ്കിലും തരത്തിൽ ഈ പ്രശ്നം അവസാനിപ്പിക്കാനുള്ള ഒരു ഇടപെടൽ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? രാഹുൽ ഗാന്ധിക്ക് എന്തൊക്കെ ചെയ്യാമായിരുന്നു? വന്യമൃഗങ്ങളുടെ ആക്രമണം സംബന്ധിച്ച് പാർലമെന്റിനകത്ത് ഒരു ചോദ്യം ചോദിക്കാനെങ്കിലും രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, പിന്നെ എന്തിനാണ് ഒരു MP? നിങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ പോലും തയ്യാറല്ലാത്ത ഒരു ജനപ്രതിനിധിയെ വീണ്ടും തെരഞ്ഞെടുക്കുന്നതിൽ എന്ത് സാങ്കത്യമാണുള്ളത്? ഞാൻ ഈ കാരപ്പുറത്തെ ജനങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ സാധാരണഗതിയിൽ ഏതൊരു സാധനം വാങ്ങുമ്പോഴും അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ പരിശോധിക്കില്ലേ? നിങ്ങളൊരു വാഹനം വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ മൈലേജ് എത്രയുണ്ടെന്ന് നിങ്ങൾ പരിശോധിക്കില്ലേ? നിങ്ങളൊരു വാഹനം വാങ്ങുകയാണെങ്കിൽ അതിന്റെ സ്പെയർ പാർട്സിന് എന്ത് വില വരുമെന്ന് നിങ്ങൾ പരിശോധിക്കില്ലേ? അതിന്റെ സർവീസിന് എന്ത് വില വരുമെന്ന് നിങ്ങൾ പരിശോധിക്കില്ലേ? വേണ്ട, നിങ്ങളൊരു ഓറഞ്ച് വാങ്ങിയാണെങ്കിൽ അതിന് മധുരമുണ്ടോ എന്നെങ്കിലും നിങ്ങൾ ചോദിക്കില്ലേ? നല്ലതാണോ നിങ്ങൾ ചോദിക്കില്ലേ? പക്ഷെ നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ രാഹുൽ ഗാന്ധിയോട് ചോദിക്കാത്തത്? ഇത്തവണ വോട്ട് ചെയ്താൽ അടുത്ത 5 വർഷം കഴിയുമ്പോൾ മാത്രമേ നിങ്ങളെ കാണൂ, നിങ്ങൾ എത്ര തവണ വയനാട്ടിലേക്ക് വരും, ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടും എന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയുന്നില്ല? നിങ്ങൾ ചോദിക്കണ്ടേ? നിങ്ങളുടെ സമസ്യകളിൽ, ജീവിത സമസ്യകളിൽ രാഹുൽ ഗാന്ധിയുടെ സഹായം ഉണ്ടാകുമോ എന്ന് സംബന്ധിച്ച് അദ്ദേഹത്തോട് ചോദിക്കണ്ടേ? എന്ത് വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യേണ്ടത്?
വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന്റെ വിഷയത്തിൽ രാഹുൽ ഗാന്ധി ഇടപെടലുണ്ടായിട്ടില്ല. 100 വർഷമായി മുടങ്ങിക്കിടക്കുന്ന നിലമ്പൂർ നഞ്ചൻകോട് പാത പൂർത്തീകരിക്കാൻ രാഹുൽ ഗാന്ധി ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് കേന്ദ്രത്തിലും കേരളത്തിലും അധികാരത്തിൽ വന്നാൽ നിലമ്പൂർ നഞ്ചൻകോട് പാത പൂർത്തീകരിക്കുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇനി ഏതെങ്കിലും ഒരു കാലത്ത് കോൺഗ്രസ് കേന്ദ്രത്തിലോ കേരളത്തിലോ അധികാരത്തിൽ വരുമെന്ന് ഏതെങ്കിലും ഉറച്ച കോൺഗ്രസ്സുകാരൻ വിശ്വസിക്കുന്നുണ്ടോ? സ്വപ്നത്തിലെങ്കിലും കാണുന്നുണ്ടോ അങ്ങനെ ഒരു സാധ്യത? അപ്പോൾ രാഹുൽ ഗാന്ധി എന്താ പറയുന്നത്? മൂപ്പരെ കൊണ്ട് കഴിയില്ല നിലമ്പൂർ നഞ്ചൻകോട് പാത പൂർത്തീകരിക്കാൻ. എന്താ വയനാട് ജില്ലയിൽ ട്രെയിൻ ഓടണ്ടേ? തീവണ്ടി വേണ്ടേ? കേരളത്തിൽ ട്രെയിൻ ആക്സസ് ഇല്ലാത്ത ഒരേ ഒരു ജില്ല വയനാട് ജില്ലയാണ്. നിലമ്പൂർ നഞ്ചൻകോട് പാതയുടെ 1ാമത്തെ ഫേസ് ബ്രിട്ടീഷുകാർ 1921 പൂർത്തിയാക്കി, ഷൊർണൂർ മുതൽ നിലമ്പൂർ റോഡ് വരെ. അതിനുശേഷം കോൺഗ്രസുകാർ 60 കൊല്ലം, രാഹുൽ ഗാന്ധിയുടെ കുടുംബം 60 കൊല്ലം ഈ രാജ്യം ഭരിച്ചു. രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിന്റെ കൈക്കാര്യക്കാർ, അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളുകൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരായി ഒരേ സമയത്ത് രാജ്യം ഭരിച്ചു, സംസ്ഥാനം ഭരിച്ചു. പക്ഷേ നിലമ്പൂർ നഞ്ചൻകോട് പാതയിൽ 1 മീറ്റർ പോലും പാളം പണിയാൻ അവർക്ക് കഴിഞ്ഞില്ല. നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും, മെട്രോമാൻ ഇ ശ്രീധരനും ശ്രീ സുരേഷ് ഗോപിയും മുൻകൈയെടുത്താണ് ഇത്തവണ നരേന്ദ്രമോദി സർക്കാർ നിലമ്പൂർ നഞ്ചൻകോട് പാത പൂർത്തീകരിക്കാൻ വേണ്ടി ബജറ്റിൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. മെട്രോമാൻ ഇ ശ്രീധരനും സുരേഷ് ഗോപിയുമാണ് മുൻകൈയെടുത്തിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. മറുവശത്ത് രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു? ഇവിടുത്തെ രാത്രികാല യാത്രാ നിരോധനം നീക്കാൻ കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് അല്ലേ? ശ്രീ രാഹുൽ ഗാന്ധി ഇടപെട്ടിരുന്നെങ്കിൽ നിസ്സാരമായി പരിഹരിക്കാമായിരുന്ന ഒരു വിഷയമല്ലേ? എന്തേ നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിച്ചില്ല? ഇവിടുത്തെ ആരോഗ്യ ചികിത്സാ രംഗങ്ങളിലെ അപര്യാപ്തത സംബന്ധിച്ച് വലിയ പ്രയാസമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നും വയനാട് ജില്ലയും നിലമ്പൂർ മേഖലയും അടക്കമുള്ള സ്ഥലങ്ങൾ, എടക്കര അടക്കമുള്ള സ്ഥലങ്ങളിൽ മികച്ച ആരോഗ്യ ചികിത്സാ സംവിധാനങ്ങളില്ല. ഇവിടുത്തെ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ, എന്തിനേറെ നമുക്കൊക്കെ ഓർമ്മയുള്ള കോൺഗ്രസിന്റെ പ്രകാശ് ഉൾപ്പെടെയുള്ളവർ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിന് ശേഷമാണ് ഹൃദ്രോഗം ബാധിച്ച് മരിക്കുന്നത്. നല്ല ആരോഗ്യ ചികിത്സാ സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകൾ അതുപോലെ മരിക്കുന്നുണ്ട്. ഇവിടെ ഹൃദ്രോഗം ബാധിച്ചാണ് മരിക്കുന്നത്. ഇവിടെ നല്ല ചികിത്സാ സംവിധാനമില്ല. കാർഡിയാക് അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ ദൂരെയുള്ള പെരിന്തൽമണ്ണയിലേക്കോ കോഴിക്കോട്ടേക്കോ ഒക്കെ ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ ആളുകളെ കൊണ്ടുപോകേണ്ട സാഹചര്യമാണുള്ളത്. ലക്ഷക്കണക്കിന് മനുഷ്യർ അധിവസിക്കുന്ന നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ പ്രിയപ്പെട്ടവരെ, കാർഡിയാക് അറസ്റ്റ് വന്നാൽ പാവപ്പെട്ട മനുഷ്യർക്ക് പെരിന്തൽമണ്ണ എത്തുന്നതുവരെ, കോഴിക്കോട് എത്തുന്നതുവരെ ജീവൻ കൈപ്പിടിയിൽ നിർത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മരിക്കുകയല്ലാതെ വേറെ വിധിയില്ല, വേറെ വഴിയില്ല. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് മികച്ച ആരോഗ്യ ചികിത്സാ സംവിധാനങ്ങൾ കൊണ്ടുവരാൻ MP എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല? എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇടപെടലുണ്ടായില്ല? അപ്പൊ സമസ്ത മേഖലകളിലും MP എന്നുള്ള നിലയ്ക്ക്, ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഒരു സമ്പൂർണ്ണ പരാജയമായിരുന്നു രാഹുൽ ഗാന്ധി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അങ്ങനെയുള്ള ഒരാൾക്ക് വീണ്ടും വോട്ട് ചെയ്ത് വോട്ട് പാഴാക്കണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷെ ഇത്തവണ മറ്റൊരു കാര്യം കൂടിയുണ്ട്. സാധാരണ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന സമയത്ത് കോൺഗ്രസ്സുകാരും CPM-മാരൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? BJP-ക്കാരുടെ വീടാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ വന്നിട്ട് പറയും, എന്താ പറയാ, നിങ്ങളുടെ വോട്ട് പാഴാക്കരുത്, അല്ലേ? എന്തായാലും നിങ്ങളുടെ പാർട്ടി തോൽക്കും, വോട്ട് പാഴാക്കരുത്. ഇത്തവണ വരുമ്പോൾ നമ്മൾ എന്ത് പറയും? നിങ്ങൾ പറഞ്ഞത് 100% ശരിയാ, നിങ്ങൾ പറഞ്ഞ 100% ശരിയാ, വോട്ട് പാഴാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, തോൽക്കുന്ന പാർട്ടിക്ക് ഞങ്ങൾ വോട്ട് കൊടുക്കാൻ പോകുന്നില്ല. ഇവിടുത്തെ ഇടതുപക്ഷക്കാര് എന്തിനു വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്? 4 സീറ്റിൽ ജയിച്ചിട്ട് അടുത്ത തവണയെങ്കിലും ഈനാമ്പേച്ചിയിലും മരപ്പെട്ടി ചിഹ്നത്തിലും മത്സരിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇടതുപക്ഷക്കാരൻ വോട്ട് ചോദിച്ചു വരുന്നത്. 40 സീറ്റിലെങ്കിലും ജയിച്ച് ലോക്സഭയുടെ പിൻബെഞ്ചിൽ പോയിരുന്ന ഡെസ്കിൽ താളമടിക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി വോട്ട് ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, BJP വോട്ട് ചോദിക്കുന്നത്, ദേശീയ ജനാധിപത്യ സഖ്യം വോട്ട് ചോദിക്കുന്നത് 400 സീറ്റുമായി ഇന്ത്യ മഹാരാജ്യത്ത് 3ാമതും നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ ഭരണം വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ജയിക്കാൻ വേണ്ടി, ഭരിക്കാൻ വേണ്ടിയുള്ള വോട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ തോറ്റ് പ്രതിപക്ഷ ബെഞ്ചിലിരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത നിങ്ങൾ 40 സീറ്റിന് വേണ്ടിയുള്ള വോട്ട് ചോദിക്കുന്നു.
മറ്റൊരു പാർട്ടി 4 സീറ്റിന് വേണ്ടിയുള്ള വോട്ട് ചോദിക്കുന്നു. ഇതാണ് വ്യത്യാസം. അതുകൊണ്ട് ഇത്തവണ പ്രിയപ്പെട്ടവരെ വോട്ട് പാഴാക്കരുത്. തോൽക്കാൻ പോകുന്ന കോൺഗ്രസിനും തോറ്റ് തുന്നം പാടാൻ പോകുന്ന ഇടതുപക്ഷത്തിനും വോട്ട് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം പാഴാക്കരുത് എന്നാണ് BJPക്ക് വേണ്ടി ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങൾ വോട്ട് പാഴാക്കരുത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇത്തവണ വോട്ട് ചോദിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുടെ നേട്ടമെത്താത്ത ഒരു വീട് പോലും ഈ കാലപ്പുറത്ത് ബാക്കിയില്ല എന്ന ഉറപ്പ് കൊണ്ടാണ് ഞങ്ങൾ വരുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ യോജനയിലൂടെ പ്രതിവർഷം 6000 രൂപ കിട്ടുന്ന 3,18,000 കുടുംബങ്ങൾ ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിലുണ്ട് എന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. പ്രിയപ്പെട്ടവരെ, ജൽജീവൻ മിഷനിലൂടെ ടാപ്പിട്ട കുടിവെള്ളം കിട്ടിയ 1,14,000-ലധികം കുടുംബങ്ങൾ വയനാട് ലോക്സഭാ മണ്ഡലത്തിലുണ്ട് എന്ന ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വോട്ട് തേടി വരുന്നത്. പ്രതിമാസം സൗജന്യമായി റേഷൻ കിട്ടുന്ന നരേന്ദ്രമോദിയുടെ റേഷൻ പദ്ധതിയുടെ സൗജന്യ റേഷൻ പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ടുള്ള ലക്ഷക്കണക്കിന് 10-16 ലക്ഷം കുടുംബങ്ങൾ ഇവിടെ വയനാട്ടിലുണ്ട് എന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ വോട്ട് ചോദിച്ചു വരുന്നത്. കയറിക്കിടക്കാൻ ഒരു കൂര എന്ന സ്വപ്നം കാണുന്ന പാവപ്പെട്ടവന് പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ 17,000-ലധികം വീടുകൾ ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിർമ്മിച്ചു നൽകിയെന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ വോട്ട് ചോദിച്ചു വരുന്നത്. പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന രീതിയിൽ ദേശീയപാത 66 65,000 കോടി രൂപ ചിലവാക്കി ദുബായിലെയും അമേരിക്കയിലെയും റോഡുകൾ പോലെ പുതുക്കി പണിതുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയാണ് എന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ വോട്ട് ചോദിച്ചു വരുന്നത്. തുടങ്ങി പാലക്കാട് വരെയുള്ള ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് ഹൈവേ ഈ പ്രദേശത്ത് കൂടി കടന്നു പോകുന്ന സമയത്ത് ഈ പ്രദേശത്തിന്റെ മുഖച്ഛായ അത് മാറ്റും എന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ വോട്ട് ചോദിച്ചു വരുന്നത്. ഇനി ഒന്നും വേണ്ട, ഈ കാലപ്പുറത്ത് ജീവിതത്തിൽ ഒരിക്കലും BJPക്ക് വോട്ട് ചെയ്തിട്ടില്ലാത്ത, ഇനി ഒരിക്കലും വോട്ട് ചെയ്യാൻ സാധ്യതയില്ലാത്ത, BJP എന്ന് പറഞ്ഞാൽ അരച്ചു കലക്കി കിട്ടിയാൽ കുടിക്കാൻ തക്കവണ്ണം ദേഷ്യമുള്ള ഒരുപാട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരുടെ വീടുകളിൽ പ്രതിമാസം 3,000-4,000 രൂപ മരുന്നിന് വേണ്ടി മുടക്കേണ്ട സാഹചര്യമുള്ളപ്പോ നരേന്ദ്രമോദിയുടെ ചിത്രമുള്ള മെഡിക്കൽ ഷോപ്പിൽ പോയി അതേ മരുന്നുകൾ 200 രൂപയ്ക്കും 300 രൂപയ്ക്കും വാങ്ങുന്നുണ്ട് എന്ന ആത്മവിശ്വാസമാണ്. ആ ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾ വോട്ട് തേടി വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ വേർതിരിച്ച് കണ്ടിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 140 കോടി ജനങ്ങളുടെ പ്രധാന സേവകനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നാട്ടിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. 140 കോടി ജനങ്ങളുടെ അദ്ദേഹം ഹിന്ദുക്കളുടെ മാത്രം പ്രധാനമന്ത്രിയല്ല, ഈ നാട്ടിലെ മുഴുവൻ പൗരന്മാരുടെയും പ്രധാനമന്ത്രിയാണ്. BJP ഈ നാട്ടിലെ മുഴുവൻ പൗരന്മാരുടെയും പാർട്ടിയാണ്. ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും മതമുള്ളവന്റെയും മതമില്ലാത്തവന്റെയും പാർട്ടിയാണ് BJP. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഉൾക്കൊള്ളാൻ തക്കവണ്ണമുള്ള ഹൃദയ വിശാലതയുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് BJP. പ്രിയപ്പെട്ടവരെ, BJPക്കാർ കേന്ദ്ര സർക്കാർ ജൽജീവൻ മിഷൻ പദ്ധതിയിലൂടെ വയനാട് ജില്ലയിൽ ലക്ഷക്കണക്കിന് വീടുകളിലേക്ക് ടാപ്പിട്ട കുടിവെള്ളം എത്തിക്കുന്ന സമയത്ത് ആ കുടിവെള്ളം ഉപയോഗിച്ചുകൊണ്ട് ദാഹമകറ്റുന്നത് ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്ന് ഞങ്ങൾ നോക്കിയിട്ടില്ല. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ യോജനയിലൂടെ 3,18,000 കുടുംബങ്ങളിൽ പ്രതിവർഷം 6,000 രൂപ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്ന സമയത്ത് ആ ആനുകൂല്യം കിട്ടുന്നത് ഹിന്ദുവിനാണോ മുസ്ലിമിനാണോ ക്രിസ്ത്യാനിക്കാണോ എന്ന് ഞങ്ങൾ നോക്കിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ 17,000 വീടുകൾ കൊടുത്തപ്പോ ആ വീടുകൾ കിട്ടിയത് ഹിന്ദുവിനാണോ മുസ്ലിമിനാണോ ക്രിസ്ത്യാനിക്കാണോ എന്ന് ഞങ്ങൾ നോക്കിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്ത് വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്ന സമയത്ത് അതിലെവിടെയും ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ ഒരു പൗരന് പോലും വിവേചനം നേരിടുന്നില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് നരേന്ദ്രമോദി ഈ രാജ്യം ഭരിക്കുന്നത്. ഒരു സംശയവും ആ കാര്യത്തിന് വേണ്ട. പക്ഷെ ഇവിടെ ചില ആളുകൾ സമൂഹത്തിൽ സ്പർദ്ധ കലർത്താൻ വേണ്ടി ഹിന്ദുവെന്നും മുസ്ലിമെന്നും ക്രിസ്ത്യാനിയെന്നും ഈ രാജ്യത്തെ വിഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ വിഘടിപ്പിച്ചുകൊണ്ട് വർഗീയ പ്രചരണം നടത്തിക്കൊണ്ട് BJPക്കാർ വർഗീയവാദികളാണ് എന്ന് പറഞ്ഞു വരുത്താൻ ശ്രമിക്കുന്നു. വലിയ ആരോപണമാണ് CPMകാർ. എന്തായിരുന്നു ഈ ഈസ്റ്റർ ദിനത്തിൽ സകല സഖാക്കളും പോസ്റ്റ് ഇട്ടിരിക്കുക, കോൺഗ്രസ്സുകാരുണ്ട്. എന്താണ് ഈ 26-ാം തീയതി വോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അടുത്ത ഈസ്റ്ററിനും പെരുന്നാളിനും ബീഫ് വെക്കാൻ പറ്റില്ല, അല്ലേ? ഇതായിരുന്നല്ലോ പ്രചരണം.
ഞാൻ ചോദിക്കുന്ന സുഹൃത്തുക്കളെ, 10 കൊല്ലായി നരേന്ദ്രമോദി ഭരിക്കുന്നു. ഈ കാരപ്പുറത്തങ്ങാടിയിലെ ഏതെങ്കിലും മുസ്ലിം ക്രിസ്ത്യൻ സഹോദരന് ഈസ്റ്ററിനോ പെരുന്നാളിനോ ഇത്തവണ ബീഫ് കിട്ടാതിരുന്നിട്ടുണ്ടോ? ഈ 10 കൊല്ലത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഈ കാരപ്പുറം അങ്ങാടിയിലെ ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരനോ ക്രിസ്ത്യൻ സഹോദരനോ ഈസ്റ്റർ ദിനത്തിലോ പെരുന്നാൾ ദിനത്തിലോ ബീഫ് കിട്ടാതിരുന്നുണ്ടോ? ബീഫ് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, ബീഫ് കറി വെക്കണ്ടേ? ഇവിടെ സഖാവെ, ബീഫ് കിട്ടിയിട്ട് കാര്യമില്ല, ബീഫ് കറി വെക്കണ്ടേ? ബീഫ് കറി വെക്കണമെങ്കിൽ അത് എന്തൊക്കെ വേണം? മല്ലിപ്പൊടി വേണം, മുളക് പൊടി വേണം, എണ്ണ വേണം, ഉപ്പ് വേണം. ഞാൻ ചോദിക്കട്ടെ, ബീഫ് കിട്ടിയിട്ട് എന്താ കാര്യം? ഇതൊക്കെ മാവേലി സ്റ്റോറിലും സിവിൽ സപ്ലൈസിന്റെ ഷോപ്പുകളിലും നീ പിണറായി വിജയൻ കൊടുക്കുന്നുണ്ടോ? മല്ലിപ്പൊടി ഉണ്ടോ, മുളക് പൊടി ഉണ്ടോ, എണ്ണയുണ്ടോ, ഉപ്പുണ്ടോ? ഇതൊന്നും കൊടുക്കാതെ ബീഫ് മാത്രം കൊടുത്തിട്ട് കാര്യം? ബീഫ് വെറുതെ പച്ചക്ക് തിന്നാൻ പറ്റില്ല. അപ്പൊ ബീഫ് കറി ഇവിടെ വെക്കുന്നില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദി അത് പിണറായി വിജയൻ സർക്കാരാണ്. സഖാക്കളാണ് ഇവിടെ ജനങ്ങൾക്ക് ആവശ്യമുള്ള മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഉപ്പോ എണ്ണയോ ഒന്നും മാവേലി സ്റ്റോർ വഴിക്ക് കൊടുക്കാത്തത്. നിങ്ങൾ പോയി നോക്ക്, സിവിൽ സപ്ലൈസിന്റെ ഏതെങ്കിലും ഔട്ട്ലെറ്റുകളിൽ, കടകളിൽ, ആ അലമാരിയിൽ ഈ പറയുന്ന ഏതെങ്കിലും സാധനങ്ങൾ ഇരിക്കുന്നുണ്ടോ? ഈ കേരളത്തെ മുച്ചൂട് മുടിപ്പിച്ച് കളഞ്ഞില്ല ഈ പിണറായി വിജയന്റെ സർക്കാർ. എത്ര മാസമായി ക്ഷേമ പെൻഷൻ കിട്ടിയിട്ട്? 7 മാസമായില്ലേ ക്ഷേമ പെൻഷൻ കിട്ടിയിട്ട്? ഇപ്പോ 2 മാസത്തെ പെൻഷൻ കൊണ്ട് വന്നിരിക്കാം. 2 മാസത്തെ പെൻഷനും കൊണ്ട് 7 മാസമായിട്ട് പെൻഷൻ കൊടുത്തിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ യോജന ഇവിടെ 3,18,000 കുടുംബങ്ങൾ കിട്ടുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, 6,000 റുപ്യ 3 ഗഡുക്കളായി കിട്ടുന്നതിൽ അര നിമിഷമെങ്കിലും താമസം വന്നിട്ടുണ്ടോ? അര നിമിഷം. എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ ആഫീസിലിരുന്ന് ലാപ്ടോപ്പിൽ ഒരു വിരലമർത്തുമ്പോ ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പ്രതിവർഷം 6,000 രൂപ കൈമാറ്റം ചെയ്യപ്പെടുമ്പോ 1 നിമിഷം പോലും വൈകുന്നില്ല. അതേ സെക്കൻഡിൽ പണം കിട്ടുകയാണ്. പക്ഷെ ഇവിടെയോ 7 മാസമായി ക്ഷേമ പെൻഷൻ കൊടുത്തിട്ട് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോ 2 മാസത്തെ ക്ഷേമ പെൻഷൻ കൊണ്ടുവന്നിരിക്കുക. എന്നിട്ട് എന്താ പറയുന്നത്? മോദി തരുന്നില്ല, കേന്ദ്രം തരുന്നില്ല. നിങ്ങൾ സുപ്രീം കോടതിയിൽ കേസ് കൊണ്ടുപോയല്ലോ. സുപ്രീം കോടതിയിൽ 4 കോടി ചിലവാക്കി കപിൽ സിബലിന് വക്കീലും വക്കാലത്തും കൊടുത്ത് ഇവര് കേസിന് പോയല്ലോ. എന്താ പറഞ്ഞിരുന്നത്? 57,000 കോടി കേന്ദ്രം തരാനുണ്ട്. അതായിരുന്നല്ലോ പ്രചരണം. കാരപ്പുറം അങ്ങാടിയിൽ നിന്ന് ഡിവൈഎഫ്ഐക്കാരൻ തൊണ്ട പൊട്ടി പ്രസംഗിച്ചില്ലേ? 57,000 കോടി തരാതെ കേരളത്തിലെ നരേന്ദ്രമോദി ഇതാ ഞെക്കി ഞെരുക്കുകയാണ് സുഹൃത്തുക്കളെ, സഖാക്കളെ എന്നല്ലേ ഡിവൈഎഫ്ഐക്കാരൻ പ്രസംഗിച്ചത്? എന്നിട്ട് എന്തോടോ സുപ്രീം കോടതി പോയപ്പോ 57,000 കോടി കിട്ടാനുണ്ട് എന്ന കണക്ക് പറയാതിരുന്നത്? എന്തെങ്കിലും 57,000 കോടിയുടെ കണക്ക് പറയാൻ പറ്റാതെ പോയത്? കാരണം സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ തെളിവ് വെക്കണം. സുപ്രീം കോടതിയിൽ പോയിട്ട് പിണറായി എന്താ പറഞ്ഞു? ഞങ്ങളെ 13,000 കോടി കൂടി കടമെടുക്കാൻ സമ്മതിക്കണം. 57,000 കോടിയുടെ കണക്ക് പോയി, ഞങ്ങളെ കടമെടുക്കാൻ സമ്മതിക്കണം 13,000 കോടി. എന്നിട്ട് കോടതി സമ്മതിച്ചോ? നമ്മുടെയൊക്കെ അടിയാധാരം പോലും നമ്മളറിയാതെ കൊണ്ടുപോയി പണയം വെച്ചിരിക്കുകയാണ് ഈ പിണറായി വിജയന്റെ സർക്കാർ. പിണറായി വിജയൻ അതിലൂടെ കറുത്ത കാറിപ്പുമ്പോ പ്രിയപ്പെട്ടവരെ തിരിഞ്ഞ അബദ്ധത്തിലൊന്നും കുഴിഞ്ഞു നിൽക്കരുത് എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. അത് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. നമ്മുടെ അടിയാധാരം വരെ കൊണ്ടുപോയി പണയം വെച്ച് ജനിക്കാനിരിക്കുന്ന കുട്ടിയുടെ വരെ മേൽ ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയാണ് പ്രിയപ്പെട്ടവർ ഇപ്പൊ വരുത്തി വെച്ചത്. ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യത, 4 ലക്ഷം കോടി രൂപയിലധികം ബാധ്യതയാണ് ഇപ്പോ കേരളത്തിലെ ജനങ്ങളുടെ മേൽ ഇപ്പൊ പിണറായി വിജയൻ സർക്കാർ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. 7 മാസത്തെ ക്ഷേമ പെൻഷൻ മാത്രമല്ല, സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ആദ്യമായിട്ട് മുടങ്ങിയില്ലേ? ഇവിടെ കുറെ NGO യൂണിയൻ സഖാക്കളുണ്ടല്ലോ. വൈകുന്നേരമായി കഴിഞ്ഞാൽ പിണറായി വിജയന് ജയ പാടുന്ന ഭക്തജന സംഘമായിട്ടുള്ള NGO യൂണിയൻ സഖാക്കൾ ഇപ്പൊ തലയിൽ മുണ്ടിട്ട് നടക്കുകയാണ്. എന്താ കാരണം? ശമ്പളം പോലും കിട്ടുന്നില്ല മര്യാദയ്ക്ക്. 18 മാസമായി ക്ഷാമബത്ത മുടങ്ങിയിട്ട്. പറയാൻ പറ്റുമോ? പുറത്ത് നാണക്കേടല്ലേ? സർക്കാർ ജീവനക്കാരുടെ, എന്റെ പ്രസംഗം കേട്ട് നിൽക്കുന്ന സർക്കാർ ജീവനക്കാരുണ്ടെങ്കിൽ ഒന്ന് ആത്മപരിശോധന നടത്തണം. നിങ്ങളുടെ ക്ഷാമബത്ത കിട്ടിയ കാലത്തായി 18 മാസം കഴിഞ്ഞില്ലേ? അത് മാത്രമാണ് പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോ കേരളത്തിലെ പൊതുഗതാഗത സംവിധാനമായ KSRTC ഉണ്ടായിരുന്നത് 40,000-ലധികം തൊഴിലാളികളായിരുന്നു. 40,000-ലധികം തൊഴിലാളികൾ. കേരളത്തിൽ സർക്കാർ കഴിഞ്ഞാൽ ഏറ്റവും അധികം തൊഴിൽ കൊടുത്തിരുന്ന പൊതുമേഖലാ സ്ഥാപനമായിരുന്നു KSRTC. ഇന്ന് KSRTC എത്ര പേര് ജോലി ചെയ്യുന്നുണ്ട്? 18,000 പേരാണ് ഇന്ന് KSRTC ജോലി ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, 22,000-ലധികം മനുഷ്യരുടെ ജോലിയും ജീവിതവുമാണ് KSRTC-യിൽ പിണറായി വിജയൻ സർക്കാർ ഇല്ലാതാക്കിയത്. എന്നിട്ട് ഡിവൈഎഫ്ഐക്കാരൻ ചോദിക്കുകയാണ്, നരേന്ദ്രമോദി തൊഴിൽ അവിടെ? നിങ്ങൾ പോയിട്ട് പിണറായി വിജയനോട് ചോദിക്കും, എവിടെയാ തൊഴിൽ? മോദി സർക്കാർ ഈ നാട്ടിലെ കോടിക്കണക്കിന് ചെറുപ്പക്കാർക്ക് അന്തസ്സോടെ ജീവിക്കാൻ, അഭിമാനത്തോടെ ജീവിക്കാൻ, സ്വന്തം കാലിൽ നിന്ന് പണിയെടുക്കാൻ തക്കവണ്ണമുള്ള അവന്റെ ആശയങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി സഹായം നൽകിയിട്ടുണ്ട് മുദ്രാ ലോണുകളായി.
മുദ്രാ വായ്പകളായി ഒരു കൊളാട്രവും ഇല്ലാതെ ലോൺ കൊടുത്തിട്ടുണ്ട്. ഈ മലപ്പുറം ജില്ലയിൽ ലക്ഷക്കണക്കിന് യുവാക്കളാണ് അവരുടെ സ്വപ്നങ്ങൾ പ്രധാനമന്ത്രിയുടെ മുദ്രാ ലോണിലൂടെ സാക്ഷാത്കരിച്ചത്, സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങിയത്. മറുവശത്ത് പിണറായി വിജയൻ എന്താ ചെയ്തത്? ഞാൻ ചോദിക്കട്ടെ, ഈ പിണറായിയുടെ ഭരണത്തിൽ മര്യാദയ്ക്ക് മാസാമാസം പണം കിട്ടുന്ന ഒരേ ഒരാളല്ലേ ഉള്ളൂ? പിണറായി വിജയൻ ഭരിക്കുമ്പോൾ മര്യാദയ്ക്ക് മാസാമാസം പൈസ കിട്ടുന്ന ആളാരാ? വീണ വിജയന് മാത്രമാണ്, അദ്ദേഹത്തിന്റെ മകൾക്ക് മാത്രമാണ് കൃത്യമായ മാസപ്പടി ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നത്, കൈക്കൂലി പണം ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ ബാക്കി സകലമാന ജനവിഭാഗങ്ങളും വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ, സകലമാന ജനങ്ങളും ഇവിടെ ജീവിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന സമയത്ത് മറുവശത്ത് CPM ചെയ്യുന്ന എന്താ? ഈ സംസ്ഥാനം ഭരിക്കുന്ന CPM അങ്ങേയറ്റം അഴിമതിയിലും ധൂർത്തിലും ധാരാളിത്തത്തിലും മുങ്ങിയിരിക്കുന്നു. വലിയ ലക്ഷറി ബസ്സുമെടുത്ത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ യാത്ര പോകുന്നു പിണറായി വിജയൻ. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടായി. ആ ബസ് പോകുന്ന സമയത്ത് വഴിനീളെ അതൊരു തീറ്റയാത്രയായിരുന്നു. ആ ലക്ഷറി ബസ്സിൽ പോകുന്ന ആളുകൾ ഓരോ പ്രദേശത്തും പോയി, പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലും പോയി, ആ പ്രദേശത്തെ അതിന്റെ പ്രത്യേക വാക്ക് പറഞ്ഞില്ല, പൗരപ്രമുഖരുമായിട്ടുള്ള കൂടിക്കാഴ്ച. എന്നോട് പെരിന്തൽമണ്ണയിലെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഹോട്ടൽ മുതലാളി പറഞ്ഞു, പെരിന്തൽമണ്ണയിലെ പൗരപ്രമുഖരുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ 300 പുഴുങ്ങിയ കോഴിമുട്ട എത്തിക്കാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞു 300 ആക്കാണ്ട് ഒരു 500 കൊടുത്താളാ, ബാക്കി പൈസ എന്താ? എന്ത് കൊളസ്ട്രോൾ പിടിച്ച് ചാവട്ടെ സ്ഥാനങ്ങൾ തിരുവനന്തപുരം എത്തും മുമ്പ്. തിന്നാൻ വേണ്ടി മാത്രമുള്ള ഒരു യാത്ര. ഈ നാട് രക്ഷപ്പെടുമല്ലോ, ഈ നാടങ്ങ് രക്ഷപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ കേരളത്തിൽ ധൂർത്തും ധാരാളിത്തവും നടത്തിയ മറ്റൊരു സർക്കാരുണ്ടോ? ക്ലിപ്പ് ഹൗസിൽ പശുത്തൊഴുത്തിൽ മ്യൂസിക് കേൾക്കാൻ 45 ലക്ഷം റുപ്യ. പിണറായി വിജയന്റെ പശുക്കൾക്ക് പാട്ട് കേൾക്കാൻ 45 ലക്ഷം റുപ്യ. പിണറായി വിജയന് നീന്തിക്കുളിക്കാൻ സ്വിമ്മിംഗ് പൂള് പണിയാൻ ലക്ഷക്കണക്കിന് രൂപ, ലിഫ്റ്റിൽ ലക്ഷക്കണക്കിന് രൂപ. കോടികൾ ചെലവാക്കി മുഖ്യമന്ത്രിയുടെ മന്ദിരം നവീകരിക്കുന്നു, ആധുനിക സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നു. മുഖ്യമന്ത്രിക്ക് മൂലക്കുരു വന്നാൽ ചികിത്സിക്കാൻ പോകാൻ അമേരിക്ക, നിലമ്പൂരിലെ പാവപ്പെട്ടവന് ഹൃദ്രോഗം വന്നാൽ ആംബുലൻസിൽ കിടന്ന് മരിക്കണം. ഇതാണ് മാറ്റം എന്ന് പറയുന്നത്. ഇതാണ് നമ്പർ 1 കേരളം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പറയുന്നത് ഈ 2 കൂട്ടരും ഒരു മുന്നണിയുടെ ഭാഗമാണ്, അല്ലേ? പിണറായി വിജയന്റെ പാർട്ടിയും രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. 2 കൂട്ടരും ഈ രാജ്യത്തെ ഒരു മുന്നണിയുടെ ഭാഗമാണ്. ഈ നാട് വിട്ടുകഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ മാറി 10-20 കിലോമീറ്റർ ഇരിക്കുന്ന ബോർഡ് ആരുടെയൊക്കെയാണ്? രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരിയും ഒരൊറ്റ ബോർഡിലായിരിക്കുന്നത്, അല്ലേ? ഒരൊറ്റ ഫ്ലെക്സ് ബോർഡിലായിരിക്കുന്നത്. ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പരസ്പരം മത്സരിക്കുന്നു. ഇവിടെ മത്സരിക്കുന്ന ശ്രീമതി ആനി രാജ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്താൻ വേണ്ടി നിങ്ങളോട് അഭ്യർത്ഥിക്കുമ്പോൾ ആനി രാജയുടെ ഭർത്താവ് ഡൽഹിയിൽ പോയി രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നു. 2 പേരും ഒരേ പാർട്ടിക്കാർ. ഇതെന്ത് പരിപാടിയാണ്? ഇതെന്ത് ജനാധിപത്യ രീതിയാണ്? വയനാട്ടിലെ ജനങ്ങളെ വിഡ്ഢികളാക്കിയല്ലേ? ഇങ്ങനെ വിഡ്ഢികളാക്കപ്പെടാൻ സ്വയം നിന്നുകൊടുക്കാൻ തയ്യാറല്ല എന്ന പ്രഖ്യാപനമാണ് പ്രിയപ്പെട്ടവരെ ഈ 26-ാം തീയതി സമ്മതിദായകരിൽ നിന്നുണ്ടാകേണ്ടത്. ഇനിയും ഇങ്ങനെ വഞ്ചിക്കപ്പെടാൻ നിന്നുകൊടുക്കാൻ തയ്യാറല്ല. പ്രിയപ്പെട്ടവരെ, BJPയുടെ സ്ഥാനാർത്ഥി ശ്രീ K. സുരേന്ദ്രൻ, നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും, വയനാട്ടിലെ ഓരോ ഊടുവഴികളും ഹൃദയരേഖ പോലെ അറിയുന്ന, വയനാടിന്റെ ജനതയുടെ പ്രശ്നങ്ങൾ അറിയുന്ന, വയനാട്ടിൽ നിന്ന് പൊതുപ്രവർത്തനം നടത്തി കേരള രാഷ്ട്രീയത്തിലെ ബഡാ ഫൈറ്റർ എന്ന വിശേഷണത്തിന് അർഹനായിട്ടുള്ള BJPയുടെ സമാരാധ്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K. സുരേന്ദ്രൻ ഞങ്ങൾക്ക് ഉറപ്പ് നൽകാൻ കഴിയും. വയനാടിന്റെ ഏറ്റവും മികച്ച ജനപ്രതിനിധിയാകാൻ സാധിക്കുന്നത് അത് K. സുരേന്ദ്രനായിരിക്കും. നിങ്ങൾക്ക് നിസ്സംശയം താമര ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി സുരേന്ദ്രനെ വിജയിപ്പിക്കാം. കാരണം അത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. ഇന്നലെ BJPയുടെ പ്രകടന പത്രിക പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വന്യജീവികളുടെ ആക്രമണം വയനാട്ടിനെ പ്രതിസന്ധിയിലാക്കിയപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾക്കും അറിയാം. പ്രിയപ്പെട്ടവരെ, ശ്രീ K. സുരേന്ദ്രൻ വയനാടിന്റെ MP ആകുന്നതിന് മുൻപ് തന്നെ ആ വിഷയത്തിൽ ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുള്ള BJPയുടെ പ്രകടന പത്രികയിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഗ്യാരണ്ടി നൽകിയിരിക്കുകയാണ്. മോദിയുടെ ഗ്യാരണ്ടി നൽകിയിരിക്കുകയാണ്. 3-ാം തവണ അധികാരത്തിൽ വരുമ്പോൾ സംസ്ഥാന സർക്കാരുകളുമായി സഹകരിച്ചുകൊണ്ട് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന്റെ വിഷയത്തിൽ നിരന്തരമായ ശാശ്വതമായ പരിഹാരം കണ്ടെത്തിയിരിക്കുമെന്നുള്ള വാക്കാണ് നരേന്ദ്രമോദി നൽകിയിട്ടുള്ളത്.
അത് ശ്രീ കെ സുരേന്ദ്രന്റെ ഇടപെടൽ കൊണ്ടുണ്ടായിട്ടുള്ള നേട്ടമാണ്. MP ആകുന്നതിന് മുൻപ് തന്നെ സുരേന്ദ്രൻ നടത്തിയിട്ടുള്ള ഇടപെടൽ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ധൈര്യമായി നിങ്ങൾക്ക് കൂട്ടുകൊടുക്കാം കെ സുരേന്ദ്രന്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഫോണിൽ വിളിച്ചാൽ കിട്ടും, അദ്ദേഹത്തെ നിങ്ങൾക്ക് നേരിൽ കാണാൻ സാധിക്കും. സാധാരണക്കാരനായ മനുഷ്യനാണ്. നിങ്ങൾക്കിടയിൽ നിന്ന് നിങ്ങളെപ്പോലെ ഒരുവനാണ്. അധികാരത്തിന്റെ ദന്തഗോപുരങ്ങളിൽ പരിലസിച്ച ബാല്യകാലം അദ്ദേഹത്തിനില്ല. അധ്വാനിച്ച് വളർന്നു വന്നവനാണ്. പ്രിയപ്പെട്ടവരെ, സ്വർണ്ണ തളികയിൽ വെള്ളി സ്പൂൺ കൊണ്ട് ഭക്ഷണം കഴിച്ച് കയറി വന്നവനല്ല. ഡൂൺ സ്കൂളിൽ പഠിച്ചവനല്ല. ഓക്സ്ഫോർഡിൽ പോയി പഠിച്ചവനല്ല. അച്ഛന്റെയും മുത്തശ്ശന്റെയും പേരിൽ, മുതുമുത്തശ്ശന്റെയും പേരിൽ രാഷ്ട്രീയത്തിൽ വന്നവനല്ല. പ്രിയപ്പെട്ടവരെ, ഭർത്താവിന്റെ തണലിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളല്ല. മറിച്ച് ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് അതിക്രൂരമായി പിണറായി വിജയൻ സർക്കാർ വേട്ടയാടിയിട്ടും തളരാതെ മുന്നോട്ട് പോകുന്ന കേരളത്തിന്റെ സമര പോരാളിയായ കെ സുരേന്ദ്രനെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ നിങ്ങൾ സമ്മതിദാനാവകാശം വിനിയോഗിക്കണം എന്നു മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വന്ദേ മാതരം. അടുത്തതായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി മേഖലാ വൈസ് പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് ശ്രീ അശോക് കുമാർ അവരുടെ ബഹുമാനനായിട്ടുള്ള ഈ പൊതുയോഗത്തിൻ്റെ ഉദ്ഘാടകനും കേരളത്തിന് സുപരിചിതനുമായിട്ടുള്ള ശ്രീ സന്ദീപ് വാര്യർ അവർ, പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുരേഷ്, നിയോജക മണ്ഡലാധ്യക്ഷൻ ശ്രീ സുധീഷ് ഉപ്പട, പാർട്ടിയുടെ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ ദീപു രാജഗോപാൽ, ശ്രീ NC ബിജു, ശ്രീ ഭാസ്കരൻ കക്കുഴി, ശ്രീ NM അനിൽകുമാർ, ശ്രീ NK ശിവരാജ്, പ്രിയമുള്ള സഹപ്രവർത്തകരെ, ഈ നാട്ടിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ, നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. തങ്ങൾക്ക് പറ്റിയ കയ്യബദ്ധം തിരുത്താൻ വേണ്ടിയുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് ഉദ്ഘാടക പ്രാസംഗികൻ പറഞ്ഞു വെക്കുകയുണ്ടായി. ഈ കാരപ്പുറം പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് എന്നെ ശ്രമിക്കുന്ന നല്ലവരായ ജനാധിപത്യ വിശ്വാസികളോട് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പ് സാധാരണ നമ്മൾ എല്ലാ തെരഞ്ഞെടുപ്പുകളെയും ഒരേ രീതിയിൽ കാണുന്നതിനപ്പുറം ഇത് പഞ്ചായത്തിലേക്കോ നിയമസഭയിലേക്കോ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യം എന്നുള്ളത് മൂന്നാമത് നരേന്ദ്രമോദി സർക്കാരിനെ ഡൽഹിയിൽ അധികാരത്തിലെത്തിക്കുക എന്ന ആവശ്യവുമായി രാജ്യത്തിന്റെ പാർലമെന്റിലേക്ക് 97 കോടി വരുന്ന ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് ഈ വരുന്ന 26-ാം തീയതി കേരളത്തിലും തുടർന്ന് രാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങളിലും നടക്കാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് അത്രയ്ക്ക് മാത്രം പ്രാധാന്യമുണ്ട്. രാജ്യത്തിന്റെ ഭാവി ഭാഗധേയം എങ്ങനെ നിർണയിക്കപ്പെടണം എന്ന് നിശ്ചയിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ നിരീക്ഷകരും പത്രമാധ്യമങ്ങളും രാഷ്ട്രീയ വിദ്യാർത്ഥികളുമെല്ലാം മുൻകൂറായി വിധി എഴുതി കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അങ്ങനെ നിശ്ചയിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള മുഴുവൻ ജനങ്ങൾക്കും കൃത്യമായ ഒരു ധാരണ ഇതിനെക്കുറിച്ചുണ്ട്. പക്ഷേ രാജ്യത്തിന്റെ ദേശീയ മുഖ്യധാരയിൽ നിന്ന് അതിനോട് ചേർന്ന് നിൽക്കുവാൻ പലപ്പോഴും വിമുഖത കാണിച്ചിട്ടുള്ള ചുരുക്കം ചില സംസ്ഥാനങ്ങളിലൊന്നായിട്ടുള്ള കേരളത്തിന്റെ ആ വിമുഖത ഇന്ന് മാറിയിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായി തന്നെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ സുപ്രധാനമായ എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും വ്യക്തമായ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരമാണ് നടക്കുന്നത്.
തിരുവനന്തപുരത്ത് നിന്ന് രാജീവ് ചന്ദ്രശേഖർ, മധ്യ കേരളത്തിൽ തൃശ്ശൂരിൽ നിന്ന് ശ്രീ സുരേഷ് ഗോപി അവർ, മലബാറിൽ നിന്ന് കെ സുരേന്ദ്രനെ പോലെയുള്ള നേതാക്കൾ, അങ്ങനെ വിവിധ പാർലമെന്റ് മണ്ഡലങ്ങളിൽ പ്രമുഖരായിട്ടുള്ള ജനകീയരായിട്ടുള്ള നേതാക്കൾ മത്സരിച്ചു കൊണ്ടിരിക്കുന്നു. അഴിമതിയുടെ കറപുരളാത്ത, അഴിമതി ആരോപണങ്ങളിൽ നട്ടം തിരിയാത്ത, ഉന്നയിക്കപ്പെട്ടിട്ടില്ലാത്ത, വ്യക്തതയുള്ള 100% ക്ലാരിറ്റിയുള്ള നേതാക്കളും കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നു. രാജ്യത്ത് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ നടത്തുന്ന ചർച്ചകളെല്ലാം പറയുന്നു 400 സീറ്റ് നേടിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. അപ്പൊ കേവലമായ ഒരു ചോദ്യം രാഷ്ട്രീയ എതിരാളികളുടെ ഭാഗത്തു നിന്ന് ഉന്നയിക്കപ്പെടുന്നുണ്ട്. എന്തിനാണ് വീണ്ടും മോദി സർക്കാർ അധികാരത്തിൽ വരുന്നത്? എന്തിനാണ് മൂന്നാമത് മോദി സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നത് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നമുക്ക് മുന്നിലുണ്ട്. 2014 രാജ്യത്ത് ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 10 വർഷത്തിന് മുൻപ് രാജ്യത്ത് ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അന്ന് ഭാരതീയ ജനതാ പാർട്ടി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഈ തിരഞ്ഞെടുപ്പിന് ശേഷം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി വരുന്നു എന്ന സന്ദേശം ഈ രാജ്യത്തിന് നൽകുകയുണ്ടായി. നരേന്ദ്രമോദി സാധാരണക്കാരനായിട്ടുള്ള നേതാവ്. അദ്ദേഹം ആദ്യമായിട്ട് MLA ആയി വരുന്നത്, അല്ലെങ്കിൽ ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അദ്ദേഹം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷമാണ്. ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം മാത്രം ഗുജറാത്തിന്റെ നിയമസഭയിലെത്തിയിട്ടുള്ള നരേന്ദ്രമോദി 12 വർഷക്കാലം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു കൊണ്ട് ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, എല്ലാ തലങ്ങളിലും, എല്ലാ പ്രദേശങ്ങളിലും ഇദ്ദേഹത്തെയാണ് ഡൽഹിയിൽ വേണ്ടത് എന്ന് പറയുകയാണ്. ഇദ്ദേഹത്തെയാണ് ഡൽഹിയിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞ പല പ്രമുഖരെ നമുക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ആദ്യമായി ഈ നേതാവിനെ നമുക്ക് ഡൽഹിയിലേക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടത് ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യക്ക് ഏറ്റവും വലിയ സംഭാവന നൽകിയിട്ടുള്ള, പരിണിതപ്രജ്ഞനായിട്ടുള്ള, ഇന്ത്യയുടെ ഏറ്റവും ആളുകൾക്ക് തൊഴിൽ കൊടുത്തിട്ടുള്ള രത്തൻ ടാറ്റയായിരുന്നു. ഓർമ്മയുണ്ടാവും. പശ്ചിമ ബംഗാളിൽ തുടങ്ങാൻ പോയ നാനോ കാർ ഫാക്ടറി അടച്ചുപൂട്ടിയതിനെ തുടർന്ന് അതേ ഫാക്ടറി ജോണിയെ ഈ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടി ശ്രീ സന്ദീപ് വാര്യരെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്വീകരണം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ജോണി അവർകളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. जय बोलो भारत माता की, जय बोलो भारत माता की. പ്രതിനിധിയോട് കൂടിയിട്ട് 400 സീറ്റിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്ന സന്ദേശം നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിലെ കാരപ്പുറം അടക്കമുള്ള പ്രദേശത്തെ നമുക്കെതിരായി മത്സരിക്കുന്ന ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും മുസ്ലിം ലീഗിനുമൊക്കെ ഈ കാര്യത്തിൽ ധാരണാപശമൊന്നുമില്ല. അവർക്കെല്ലാവർക്കും അറിയാം BJP വീണ്ടും അധികാരത്തിൽ വരുന്നത്. 2014 അധികാരത്തിൽ വന്ന മോദി സർക്കാരും ആ സർക്കാർ 10 വർഷം പിന്നിട്ട് 2024 എത്തി നിൽക്കുമ്പോൾ ആ സർക്കാരിന്റെ 10 വർഷക്കാലവും നരേന്ദ്രമോദിക്ക് മുൻപ് 10 വർഷക്കാലം രാജ്യത്ത് അധികാരത്തിലിരുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. പക്ഷേ മൻമോഹൻ സിംഗിനെ അധികാരത്തിൽ നിയന്ത്രിച്ചിരുന്നത് ഇടത്തുനിന്ന് രാഹുൽ ഗാന്ധിയും വലതുനിന്ന് സോണിയാഗാന്ധിയുമായിരുന്നു. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും നിയന്ത്രണത്തിലുണ്ടായിരുന്ന 2004 മുതൽ 2014 വരെ അധികാരത്തിലിരുന്ന കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലഘട്ടം
ആ കാലഘട്ടം എന്തായിരുന്നു എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ വീണ്ടും ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ 2014 രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാജ്യത്ത് ലോകത്തിന്റെ മുൻപിൽ ഏറ്റവും മോശക്കാരായിട്ടുള്ള ജനങ്ങളായി ഇന്ത്യക്കാർ മാറിയിരുന്നു. അഴിമതിയുടെ കൂത്തരങ്ങായി ഈ രാജ്യം മാറിയിരുന്നു. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ കുത്തഴിഞ്ഞ രീതിയിലായിരുന്നു. ഡൽഹിയിലെ അധികാരത്തിന്റെ ഇടനാഴിയിൽ എല്ലായിടത്തും ബ്രോക്കർമാരെ കൊണ്ട്, കച്ചവടക്കാരെ കൊണ്ട്, ഇടനിലക്കാരെ കൊണ്ട് നിറഞ്ഞു നിന്നിരുന്നു. ഏത് ഘട്ടത്തിലും എവിടെ നോക്കിയാലും അഴിമതിക്കാരും അതിന്റെ പിണിയാളുകളും അവരുടെ സിൽബന്ധികളും അടക്കം ഡൽഹിയെ അടക്കി വാഴുന്ന ഒരു സാഹചര്യം. അഴിമതിയും കുടുംബാധിപത്യവും കെടുകാര്യസ്ഥതയും അടക്കം വ്യാപിച്ചിരുന്ന ഒരു രാജ്യത്തെ അഴിമതിക്കാരുടെ മോശം രാജ്യമായി ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നിരവധി മന്ത്രിമാരും കോൺഗ്രസിന്റെ നേതാക്കളും അഴിമതിയുടെ പേരിൽ രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു. തുടർന്ന് ജയിലിൽ അടയ്ക്കപ്പെട്ടു. ഇങ്ങനെ ഈ രാജ്യം കുത്തഴിഞ്ഞ നിലയിൽ നിൽക്കുമ്പോഴാണ് 2014 പൊതു തെരഞ്ഞെടുപ്പിലൂടെ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നത്. അധികാരത്തിൽ വന്ന ആ സർക്കാരിന്റെ പ്രയോറിറ്റി എന്തായിരുന്നു? എന്താണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുള്ള വാഗ്ദാനം? 2014 പൊതു തിരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് വേണ്ടി രാജ്യമൊട്ടാകെ സഞ്ചരിച്ച നരേന്ദ്രമോദി പറഞ്ഞ വാഗ്ദാനം ഈ നാട്ടിലെ മറ്റുള്ളവർക്ക് ഓർമ്മയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. 5 വർഷം കഴിഞ്ഞ് ഞാൻ എൻ്റെ പ്രോഗ്രസ് കാർഡുമായി വരും. 5 വർഷത്തെ എന്നെ തെരഞ്ഞെടുത്താൽ ഞാൻ എൻ്റെ പ്രോഗ്രസ് കാർഡുമായി വരും. ആ പ്രോഗ്രസ് കാർഡിന്റെ അടിസ്ഥാനത്തിൽ മാത്രം, ആ നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം എനിക്ക് വീണ്ടും വോട്ട് ചെയ്താൽ മതി, BJPയുടെ ഗവൺമെന്റിനെ വീണ്ടും തെരഞ്ഞെടുത്താൽ മതി എന്നായിരുന്നു നരേന്ദ്രമോദി പറഞ്ഞത്. 2019 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പ്രോഗ്രസ് കാർഡുമായാണ് വന്നത്. ആ പ്രോഗ്രസ് കാർഡിന്റെ അടിസ്ഥാനത്തിലാണ് 2014 കിട്ടിയ 282 സീറ്റിൽ നിന്ന് 302 സീറ്റായി 30 സീറ്റ് 40 സീറ്റ് അധികം നൽകിക്കൊണ്ട് വീണ്ടും BJPയെ 330ഓളം സീറ്റ് നൽകിക്കൊണ്ട് NDA സഖ്യത്തെ വീണ്ടും രാജ്യത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്തു. അന്ന് പ്രയോറിറ്റി നിശ്ചയിച്ചപ്പോൾ രാജ്യത്തെ ജനങ്ങളുടെ രാജ്യത്തെ ജനങ്ങൾ നേരിടുന്ന വിഷയങ്ങളെക്കുറിച്ച് രാജ്യത്ത് ചർച്ച ഉയർന്നു വന്നപ്പോൾ, എന്താണ് ഈ നാടിന്റെ പ്രശ്നങ്ങളെന്ന് പഠിച്ചപ്പോൾ അതിന് പരിഹാരമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനമാണ് അന്ന് ആരംഭിച്ചത്. നിരവധിയായ പദ്ധതികൾ രാജ്യത്തെ ജനങ്ങൾക്ക് ജാതിയുടെയും മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ അപ്പുറത്തേക്ക് നിന്നുകൊണ്ട് നൽകുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ പരിഹാസ ശരങ്ങളായിരുന്നു ചില ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. BJP പരിഹസിച്ചത് ടോയ്ലറ്റ് നിർമ്മാണത്തിന്റെ പേരിൽ 2014 ദീർഘകാലമായി കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ BJP പരിഹസിച്ചിരുന്നു. ഇത്രമാത്രം ടോയ്ലറ്റുകൾ ആവശ്യമാണ്. ആരോഗ്യരംഗത്ത് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു രാജ്യത്തിലെ പ്രാഥമിക സൗകര്യങ്ങളുടെ അഭാവമെന്ന് കണക്കിലെടുത്തുകൊണ്ട് 12 കോടിയോളം വരുന്ന ഇന്ത്യയിലെ ജനങ്ങൾക്ക്, ഗ്രാമീണ കുടുംബങ്ങൾക്ക്, ചേരി നിവാസികൾക്ക് പ്രാഥമിക സൗകര്യം ഒരുക്കി കൊടുത്തപ്പോൾ ഇന്ന് രാജ്യം 100% വെളിയിട വിസർജ്യമുക്ത രാജ്യമായിട്ട് മാറി. സ്വച്ഛ ഭാരത് മിഷന്റെ പേരിൽ, സ്വച്ഛ ഭാരത് എന്ന പേരിൽ മൂത്തേടം അടക്കമുള്ള പഞ്ചായത്തുകളിലെ പാവപ്പെട്ട കോളനികളിൽ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ സാധാരണക്കാർക്കൊക്കെ ഈ സൗകര്യം ഒരുക്കി കൊടുത്തപ്പോൾ അത് ആരോഗ്യ രംഗത്തുണ്ടാക്കിയ മാറ്റം ചില്ലറയായിരുന്നു. രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവൻ വൈദ്യുതി എത്തിച്ചു കൊടുത്തപ്പോൾ വൈദ്യുതി ഇല്ലാത്ത ഗ്രാമങ്ങളിലെല്ലാം വെളിച്ചമെത്തിച്ചു കൊടുത്ത നരേന്ദ്രമോദി സർക്കാർ. പവർ കട്ട് എന്നുള്ളത് രാജ്യത്ത് കേട്ടുകേൾവിയില്ലാത്ത ഒരു സാഹചര്യമാക്കി മാറ്റിയെടുത്തു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾക്കറിയാം. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോൾ അന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞത്, ഞങ്ങളുടെ കയ്യിൽ പണം കായ്ക്കുന്ന മരമില്ല എന്നാണ് പറഞ്ഞത്. വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി മാന്ത്രിക വടിയില്ല എന്നാണ് അന്നത്തെ പ്രധാനമന്ത്രി രാജ്യത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിനുശേഷം വന്ന സർക്കാരിന്റെ കയ്യിൽ മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ രാജ്യം വികസന പാതയിൽ മുന്നേറുകയായിരുന്നു.
ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തികളുടെ പട്ടികയെടുത്താൽ 10ാം സ്ഥാനത്ത് നിന്നിരുന്ന ഈ രാജ്യത്തെ 5ാം സ്ഥാനത്തേക്ക് എത്തിച്ചു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല. ലോക സാമ്പത്തിക ശക്തിയുടെ കാര്യത്തിൽ 5ാം സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട ഒരു രാജ്യം. ഈ രാജ്യത്തെ ആളുകൾക്ക് വൈദ്യുതി എത്തിച്ചു കൊടുത്തതിന്റെ, രാജ്യത്തെ ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ ആരോഗ്യ സുരക്ഷ ഒരുക്കി കൊടുത്ത സാഹചര്യം രാജ്യത്തുണ്ട്. കുടിവെള്ളം എത്തിക്കുവാൻ വേണ്ടി വിവിധങ്ങളായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി. രാജ്യത്ത് 2019 3 കോടി ജനങ്ങൾക്ക് മാത്രമാണ് കുടിവെള്ളം, പൈപ്പ് വെള്ളം ലഭിച്ചിരുന്നതെങ്കിൽ ഇന്നത് 13 കോടി ജനങ്ങൾക്കായിട്ട് മാറിയിരിക്കും. രാജ്യത്ത് എല്ലായിടത്തും വികസന മുന്നേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. BJPക്ക് അധികാരത്തിൽ വരാൻ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുൻപിൽ വെക്കുന്ന മുദ്രാവാക്യം എന്നുള്ളത് ഈ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷക്കാലമായി നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ്. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളോട് വോട്ട് ചോദിക്കാനും അതിന്റെ പേരിൽ വോട്ട് സമാഹരിക്കാനും വീണ്ടും അധികാരത്തിൽ വരാൻ സാധിക്കുമെന്ന ശക്തമായ ധാരണയുള്ള, ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റാണ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലത്തിൽ ഒരിക്കൽ പോലും, ഒരു ദിവസം പോലും കേരളത്തിലെയോ രാജ്യത്തെയോ മാധ്യമങ്ങൾക്ക് തലക്കെട്ടെഴുതേണ്ടി വന്നിട്ടില്ല. അഴിമതിയുടെ പേരിൽ BJPയുടെ ഭാഗത്ത് നിന്ന് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മന്ത്രി, 80 മന്ത്രിമാരുണ്ട്, ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട്. എത്ര മന്ത്രിമാർ അഴിമതിയുടെ പേരിൽ രാജിവെച്ച് പുറത്തു പോകേണ്ടി വരുമായിരുന്നു? കഴിഞ്ഞ 10 വർഷത്തെ കാലഘട്ടത്തിനിടയിൽ ഒരു കേന്ദ്രമന്ത്രി പോലും, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥർ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് രാജ്യത്ത് അഴിമതി നടത്തി എന്നതിന്റെ പേരിൽ രാജിവെക്കുകയോ അതൊരു വാർത്തയാവുകയോ ഉണ്ടായിട്ടില്ല. രാജ്യത്ത് വളരെയധികം വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അഴിമതി രഹിതമായിട്ടുള്ള വികസനം രാജ്യത്ത് നടക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പരമപ്രധാനമായിട്ടുള്ള കാര്യം. രാജ്യം 10ാമത് സാമ്പത്തിക ശക്തിയിൽ നിന്ന് 5ാമത് സാമ്പത്തിക ശക്തിയായി വളർന്നിരിക്കുകയാണ്. രാജ്യത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്നതാണ്. രാജ്യത്ത് നടക്കുന്ന റോഡ് വികസനങ്ങൾ, അടിസ്ഥാന സൗകര്യ മേഖലയിൽ നടക്കുന്ന വികസനങ്ങൾ എടുത്തു പറയാവുന്നതാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ, അവരോട് സംവദിക്കാൻ രാജ്യത്തിന്റെ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ റോഡ് വികസനം മാത്രം മതി. രാജ്യത്തെ 99% ഗ്രാമങ്ങളിലും പ്രധാനമന്ത്രി ഗ്രാം സഡക്ക് യോജന പ്രകാരമുള്ള റോഡുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. മൂത്തേടത്തിനും കിട്ടിയിട്ടുണ്ട്. കോൺഗ്രസുകാരനും ലീഗുകാരനുമൊക്കെ ഭരിക്കുന്ന മൂത്തേടത്തിനും കിട്ടിയിട്ടുണ്ട് പ്രധാനമന്ത്രി ഗ്രാം സഡക്ക് യോജന പ്രകാരമുള്ള 2 റോഡുകൾ. ആ റോഡുകൾക്ക് പേരിൽ ഫ്ലക്സ് വെച്ചത് രാഹുൽ ഗാന്ധിയാണ്. ഒരു ഭാഗത്ത് MLAയും ഫ്ലക്സ് വെച്ചതാണ്. മരംവെട്ടിച്ചാലിൽ നിന്ന് താളിപ്പാടം വഴി നെല്ലിക്കുത്തേക്ക് റോഡ്, അതിനപ്പുറത്ത് മറ്റൊരു റോഡ്. ഇത് മൂത്തേടത്ത് അല്ലെങ്കിൽ നിലമ്പൂരിൽ മാത്രം സംഭവിക്കുന്നതല്ല. രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ഗ്രാമാന്തരങ്ങളിൽ പ്രധാനമന്ത്രിയുടെ പ്രത്യേകമായ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്തെ ഹൈവേ സംവിധാനം എന്ന് പറയുന്നത് 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ വെറും 91,000 കോടി കിലോമീറ്റർ മാത്രമായിരുന്നു ഹൈവേ ഉണ്ടായിരുന്നെങ്കിൽ, 1000 കിലോമീറ്റർ മാത്രമാണ് ഹൈവേ ഉണ്ടായിരുന്നെങ്കിൽ 1,40,000 കിലോമീറ്റർ ആയിട്ട് രാജ്യത്തെ അടിസ്ഥാന ഹൈവേ റോഡ് വികസനം നടന്നുകൊണ്ടിരിക്കുന്നു.
91,000 കിലോമീറ്റർ ഉള്ളതിൽ നിന്ന് 1,40,000 കിലോമീറ്റർ ആയിട്ട് രാജ്യത്തെ ഹൈവേ വികസിച്ചിരിക്കുന്നു. രാജ്യത്ത് 70 എയർപോർട്ടുകൾ മാത്രമുണ്ടായിരുന്നിടത്തു നിന്ന് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് 140 എയർപോർട്ടുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും മോശം റെയിൽവേ സംവിധാനമായിരുന്നു ഈ രാജ്യത്ത് 2014 വരെ ഉണ്ടായിരുന്നത്. മനുഷ്യ വിസർജനം കൊണ്ട് ഇന്ത്യയിലെ ഒരു റെയിൽവേ സ്റ്റേഷനുകളിലും മൂക്കുപൊത്താതെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഇന്ന് ഈ രാജ്യത്തെ ഒരു റെയിൽവേ സ്റ്റേഷനുകളിലും അങ്ങനെ ഒരു കാഴ്ച നമ്മൾക്കാർക്കും കാണാൻ സാധിക്കില്ല. ബയോ ടോയ്ലറ്റുകളിലൂടെ ഇന്ത്യൻ റെയിൽവേയെ മുഴുവൻ സ്വച്ഛ ഭാരതിൽ ഉൾപ്പെടുത്തി മാലിന്യമുക്തമാക്കിയിരിക്കുന്നു. യൂറോപ്പിനെയും അമേരിക്കയെയും പോലും വെല്ലുന്ന തരത്തിലുള്ള റെയിൽവേ ബോഗികൾ നമ്മുടെ രാജ്യത്ത് ഓടിത്തുടങ്ങിയിരിക്കുന്നു. നരേന്ദ്രമോദി മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ എന്തുണ്ടാക്കാനാണ് മോദി അങ്ങനെ ഉണ്ടാക്കേണ്ട എന്ന് പറഞ്ഞ് പ്രതിഷേധം സംഘടിപ്പിച്ചവരാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ എന്തുണ്ടാക്കാനാണ് മോദി എന്ന് ചോദിച്ചവരുടെ കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിൽ അവര് വന്ദേ ഭാരത് ട്രെയിൻ രാജ്യത്ത് തലക്കും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുകയാണ്. തലങ്ങും വിലങ്ങും ഓടുന്ന വന്ദേ ഭാരത് ട്രെയിനിൽ ഇരുന്നിട്ടാണ് EP ജയരാജൻ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. ഇത് കൊള്ളാം, ഇതിലൂടെയാണ് ഇനി ഞാൻ യാത്ര. ഇൻഡിഗോ വിമാനവുമായി ഞാൻ തെറ്റിപ്പിരിഞ്ഞിരിക്കുന്നു, ഇനി വന്ദേ ഭാരത് ട്രെയിനിലൂടെ ഞാൻ സഞ്ചരിക്കുമെന്ന് പറയുന്നു. കേവലം 10 വർഷം കൊണ്ട് യൂറോപ്പിനെ വെല്ലുന്ന ഏറ്റവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രെയിൻ സംവിധാനം രാജ്യത്തിന്റെ എല്ലായിടത്തും ഉണ്ടായിരിക്കുന്നു. രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേവലം 20,000 കിലോമീറ്റർ മാത്രമാണ് റെയിൽവേ വൈദ്യുതീകരിച്ചിരിക്കുന്നത്. ഇന്ന് രാജ്യത്ത് 40,000 കിലോമീറ്റർ റെയിൽവേ വൈദ്യുതീകരിച്ചിരിക്കുന്നു. നിലമ്പൂരിൽ നിന്ന് ഷൊർണൂർ വരെയുള്ള നമ്മുടെ സ്വന്തം ട്രെയിനായിട്ടുള്ള റെയിൽവേ ആയിട്ടുള്ള 63 കിലോമീറ്റർ വരുന്ന നിലമ്പൂർ ഷൊർണൂർ ട്രെയിൻ വൈദ്യുതീകരണം പൂർത്തിയായിരിക്കുന്നു. അതിന്റെ ഉദ്ഘാടനം നടന്നിരിക്കുന്നു. ഇലക്ട്രിക് ട്രെയിനിലൂടെ, വൈദ്യുതി ട്രെയിനിലൂടെയാണ് നിലമ്പൂർക്കാർ ഷൊർണൂരിലേക്ക് പോകാൻ പോകുന്നത്. എന്നുണ്ടാക്കി വെച്ചതാ ഇത്? പണിതത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ച കാലത്ത് നിലമ്പൂരിലെ വനവിഭവങ്ങൾ കടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി 1922 കമ്മീഷൻ ചെയ്ത ആ റെയിൽവേ, നിലമ്പൂർ റെയിൽവേ സ്വാതന്ത്ര്യം കഴിഞ്ഞ് 1 നൂറ്റാണ്ട് പിന്നിട്ടിട്ട് അതിൽ നിന്ന് 1 കിലോമീറ്റർ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാറി മാറി വന്ന കോൺഗ്രസ് സർക്കാരുകൾക്ക് സാധിച്ചില്ല. കോൺഗ്രസുകാരനെ പിന്തുണച്ചുകൊണ്ട് മൻമോഹൻ സിംഗിന്റെ സർക്കാരുകൾക്ക് സാധിച്ചില്ല. പക്ഷേ ഇന്ന് അതിന്റെ സർവേ പൂർത്തിയായിരിക്കുന്നു. അതിനുവേണ്ടി പണം മാറ്റി വെച്ചിരിക്കുന്നു. അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു. റെയിൽവേയുടെ വികസനം നടന്നുകൊണ്ടിരിക്കുന്നു. രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ വരുമ്പോൾ രാജ്യത്തുണ്ടായിരുന്ന മെഡിക്കൽ കോളേജുകളെ 380 എണ്ണമാണ്. 380 മെഡിക്കൽ കോളേജുകളാണ് ഉണ്ടായിരുന്നത്. ഈ രാജ്യത്ത് നിന്ന് മെഡിസിന് പഠിക്കാൻ വേണ്ടി കുട്ടികൾ ഉക്രൈനിലും റഷ്യയിലും ഒക്കെ പോയത് യുദ്ധമുണ്ടായപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവന്ന കഥയൊക്കെ നമ്മൾക്കറിയാം. ഇന്ന് രാജ്യത്തെ സാഹചര്യം മാറിയിരിക്കുന്നു. രാജ്യത്തെ 700ഓളം മെഡിക്കൽ കോളേജുകൾ ഇന്ന് രാജ്യത്ത് നിലവിലുണ്ട്. 320 മെഡിക്കൽ കോളേജുകൾ പുതിയതായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. മെഡിക്കൽ സീറ്റുകൾ ഇരട്ടിയിലധികമായി വർദ്ധിച്ചിരിക്കുന്നു. രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നു. രാജ്യത്തെ 51 കോടി ജനങ്ങളെയാണ് ഈ രാജ്യത്തെ പുതിയതായി ജൻധൻ അക്കൗണ്ട് വഴി ചേർത്തത്, ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നത്. അന്ന് പുച്ഛിച്ചവർ, നരേന്ദ്രമോദിയുടെ സീറോ ബാലൻസ് അക്കൗണ്ട് കൊണ്ട് ഞങ്ങൾക്ക് എന്ത് പ്രയോജനമെന്ന് ചോദിച്ചവർ, അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചവർ, അവരൊക്കെ പിന്നീട് കോവിഡ് കാലത്തിൽ ലോക്ക്ഡൌൺ വന്ന 3 മാസക്കാലം, 3 ആഴ്ചക്കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അന്ന് മുഴുവൻ ആളുകളുടെയും അക്കൗണ്ടിലേക്ക്, മുഴുവൻ അമ്മമാരുടെയും സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 500 രൂപ വീതം 3 മാസം ലഭിച്ച കാര്യം. രാജ്യത്തെ കർഷക സമ്മാൻ നിധിയിലൂടെ കഴിഞ്ഞ 5 വർഷക്കാലമായി 36,000 രൂപ നേരിട്ട് കർഷകരുടെ അക്കൗണ്ടുകളിൽ എത്തിയിരിക്കുന്നു. ഈ അക്കൗണ്ടുകളില്ലായിരുന്നെങ്കിൽ എങ്ങനെ സാധ്യമായിരുന്നു? കോൺഗ്രസുകാർ വലിയ പ്രശ്നമാണ്. ഈ 36,000 രൂപ ഈ രാജ്യത്തെ ഇത്രയും കർഷകർക്ക് കൊടുക്കുമ്പോൾ ആ പണം അക്കൗണ്ടുകളിലൂടെ അല്ല വരുന്നതെങ്കിൽ അത് പകുതി കോൺഗ്രസുകാരുടെ പോക്കറ്റിലിരിക്കുകയാണ്.
പകുതി ഇവർ അടിച്ചെടുക്കുമായിരുന്നു. രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം നേരിട്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. ഡയറക്റ്റ് ബെനിഫിറ്റ് സ്കീം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ആനുകൂല്യങ്ങളും നേരിട്ട് അക്കൗണ്ടിലെത്തിക്കുന്ന കേന്ദ്ര സംവിധാനം നിലവിലുള്ളപ്പോൾ എന്താണ് പിണറായി വിജയൻ സർക്കാർ ഇന്നും പെൻഷൻ കൊടുക്കുവാൻ വേണ്ടി ഇത്രയും അക്കൗണ്ട് ഉണ്ടായിട്ടും അവരുടെ അക്കൗണ്ടുകളിൽ പെൻഷൻ കൊടുക്കുന്നില്ല? എന്തിനാണ് സഹകരണ ബാങ്കുകളിലൂടെ എപ്പോഴെങ്കിലും 6 മാസത്തിൽ ഒരിക്കലാണ് പെൻഷൻ കൊടുക്കുന്നതെങ്കിൽ പോലും അത് സഹകരണ ബാങ്കുകളിലെ ഏജന്റുമാരെ വെച്ച് വിതരണം ചെയ്യേണ്ട സാഹചര്യം എന്താണ്? ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവൻ സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. അത് ചെയ്യാതിരിക്കുന്നതിന്റെ പ്രധാനമായിട്ടുള്ള കാര്യം പാർട്ടി ഗ്രാമങ്ങളിൽ പാർട്ടിയുടെ സ്വാധീന മേഖലകളിലൊക്കെ ഈ പെൻഷൻ പൈസ കൊണ്ട് അമ്മമാർക്ക് വൃദ്ധർക്ക് കൊടുക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പണം പിടിച്ചു പറിക്കുന്ന പരിപാടി ഇന്നും നിലനിൽക്കുന്നു. 1000ഉം 600ഉം കൊടുത്തിട്ട് 50ഉം 100ഉം തിരിച്ചു വാങ്ങി പോക്കറ്റിലിടുന്ന, പാർട്ടിയുടെ പേരിൽ പോക്കറ്റിലിടുന്ന, വ്യക്തിപരമായി പോക്കറ്റിലിടുന്ന അഴിമതി ഇന്നും നടത്തുവാൻ വേണ്ടിയിട്ടാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സാമൂഹ്യക്ഷേമ പെൻഷനുകൾ എത്തിച്ചു കൊടുക്കുന്നതിന് കേരളം വിമുഖത കാണിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. 75ാം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ, അമൃത ഭാരതം ആഘോഷിക്കുന്ന കാലത്ത് രാജ്യമായി 2047 സ്വാതന്ത്ര്യത്തിന്റെ 100 വർഷങ്ങൾ തികയ്ക്കുമ്പോൾ ഈ രാജ്യം ലോകത്തിലെ ഒന്നാമതായിട്ടുള്ള വികസിത രാജ്യമായി മാറണോ വേണ്ടയോ എന്നുള്ള ചോദ്യമാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ലോക രാജ്യങ്ങളെ, ലോക രാഷ്ട്രീയ നിരീക്ഷകരെ എല്ലാവരും പറയുന്നു ഈ രാജ്യം ഒരുപാട് വളർന്നിരിക്കുന്നു. ഇന്ത്യയുടെ മാറ്റം ലോകത്തിലെ സാമ്പത്തിക നിരീക്ഷകരെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. എല്ലാ മേഖലയിലും ഈ രാജ്യം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിന് പ്രതിപക്ഷ പാർട്ടിയാവാനുള്ള കേവലമായിട്ടുള്ള 52 സീറ്റ് പോലും ലോക്സഭയിൽ ലഭിക്കാതിരിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന രാജ്യത്തെ പിന്നോട്ടടിക്കാൻ വേണ്ടി, പിന്നോട്ട് പിടിച്ചു വലിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശക്തികൾ ഇന്നും രാജ്യത്തെ ഈ പ്രദേശങ്ങളിലൊക്കെ നിലകൊള്ളുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. രാജ്യം മുന്നോട്ട് പോകണമോ, വികസനത്തിന്റെ പാതയിൽ മുന്നേറണമോ, അതോ പിന്നോട്ട് പോകണമെന്നോ, അഴിമതിയുടെയും കെടുകാര്യസ്ഥതയും കുടുംബാധിപത്യത്തിന്റെയും പഴയ നാളുകളിലേക്ക്, പഴയ ഭൂതകാലത്തിലേക്ക് ഈ രാജ്യത്തെ വീണ്ടും തിരികെ കൊണ്ടുപോകണോ എന്നുള്ള പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഉത്തരം നൽകുന്നത്. വളരെ ശക്തമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം, ശക്തമായ മുന്നേറ്റം, വ്യക്തമായ നയപരിപാടികളുമായി മുന്നോട്ട് നയിക്കുന്ന ഈ രാജ്യത്തിന്റെ വികസനം സാധ്യമാക്കുവാൻ മൂന്നാമത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അതിന്റെ ഭാഗമായിക്കൊണ്ട് ഇവിടെ നിന്ന് മത്സരിക്കുന്ന ശ്രീ കെ സുരേന്ദ്രനെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്നും, മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ കേരളത്തിന് പങ്കാളിത്തമുണ്ടാകുമെന്ന് കേരളം നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിനോടൊപ്പം നിൽക്കാൻ കാരപ്പുറത്തെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ തയ്യാറാകണമെന്നും ഒരിക്കൽ കൂടി സ്നേഹപുരസ്സരം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വന്ദേ മാതരം.